എൻ്റെ ഉമ്മിച്ചി എനിക്ക് വാങ്ങിച്ചു തന്നിരുന്ന ആ ചെയിൻ ആക്ച്വലി വിറ്റിട്ടാണ് അന്ന് 2100 എന്ന് പറയുന്ന ഒരു 5000 റുപ്പീസിന് ഒരു മൊബൈൽ കിട്ടും നോക്കിയുടെ. ആ മൊബൈൽ വാങ്ങിച്ചിട്ടാണ് ആക്ച്വലി ഞാൻ പുറത്തോട്ട് അഡ്മിഷൻ ചെയ്യുന്ന ഇതിലേക്ക്. സൂപ്പർ സ്റ്റാറുകളായുള്ള ടൊവിനോ അന്ന് ആ ബ്രോഷറിൽ മോഡലാണ്, സ്റ്റുഡൻ്റ് ആയിട്ട് അഭിനയിച്ചിരുന്നു. പ്രയാഗ മാർട്ടിൻ, സൃന്ദ, പിന്നെ തെലുങ്കിലൊരു ഹീറോയിനായിട്ടുള്ള ഋഷിക സിംഗ്, പിന്നെ ഒരു തെലുങ്കിൽ തന്നെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മാളവിക. 1993 അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ക്യൂനാണ്, അത് കഴിഞ്ഞിട്ട് കാണാണ്. ഇപ്പോൾ എൻ്റെ 3 സിനിമകളും വിജയിച്ച് കൊണ്ട് തന്നെ ഞാൻ സിനിമയിൽ കാര്യങ്ങൾ പഠിച്ചിട്ട് എൻ്റെ ബിസിനസ്സിൽ എങ്ങനെ അപ്ലൈ ചെയ്യാന്നാണ് നോക്കാറുള്ളത്. എന്തുകൊണ്ടാണ് മെൻറ്റർ എന്നുള്ള പേര്? നമ്മുടെ ക്യാമ്പസിലുള്ള മെൻറ്റേഴ്സ് സ്റ്റുഡൻസിനെ മെൻറ്റർ ചെയ്യാൻ പറ്റണം. അപ്പോൾ സ്റ്റുഡൻസ് മെൻറ്റീസ് ആവും. അപ്പോൾ അവരുടെ പ്രൊജക്ട്സോ ഇതിപ്പോൾ ലേൺ ചെയ്യുന്നത് ഞാൻ ഇന്ന സാധനം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇന്ന പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണോ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ എക്കോസിസ്റ്റം, അതേപോലെ ഒരു എക്കോസിസ്റ്റം മെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹലോ, ഷാജാൻ അബൂബക്കർ. ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കേരളത്തിൽ ഓൺട്രപ്രണർഷിപ്പ് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു ഓൺട്രപ്രണറാണ്. തികച്ചും വ്യത്യസ്തമായ 2 മേഖലകളിൽ. ഒരു മേഖല എഡ്യൂക്കേഷൻ ആണെങ്കിൽ മറ്റു നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഫിലിം ഇൻഡസ്ട്രിയിൽ 2 സ്ഥലത്തും വ്യക്തമായ വിജയമുദ്ര പതിപ്പിച്ച ഒരു യങ് ഓൺട്രപ്രണർ, എല്ലാവർക്കും സുപരിചിതനായ TR ഷംസുദ്ദീൻ സാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. വളരെയധികം സന്തോഷം. കാരണം ഞാനൊക്കെ ബിസിനസ് കൺസൾട്ടിങ്ങും ട്രെയിനിങ്ങൊക്കെ തുടങ്ങുന്നതിൻ്റെയൊക്കെ മുമ്പ് നമ്മളൊക്കെ ഉള്ളിൽ ഈ ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഒരു ഫയർ ഇങ്ങനെയുള്ള കാലത്ത് നമ്മളൊക്കെ റോൾ മോഡലായി കണ്ടിരുന്ന ഒരു യങ് ഓൺട്രപ്രണറാണ്. നിങ്ങൾ ഒട്ടും പബ്ലിക്കിന് പ്രൊഫൈൽ കൊടുക്കാത്തതുകൊണ്ട് മാത്രം അധികം പേർക്ക് അറിയാത്തതാണ്. താങ്ക് യു. അങ്ങനെ പറയുന്നത് സീരിയസ്ലി ഞാനത് ഇതില്ല എനിക്ക്. കാരണം എൻ്റെ അടുത്ത് ഈ ഇൻ്റർവ്യൂവിന് നിങ്ങളാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ സുജീഷ് ഡീറ്റെയിൽസ് തരുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് ഷംസുഖാനെ കുറിച്ച് ഫുള്ളായിട്ട് അറിയാം, എത്ര പറയണമെന്ന് മൂപ്പര് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റുഡൻ്റായി പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്ന പോലെ ആ കോളേജിലേക്ക് കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ സഹായിച്ചുകൊണ്ടാണ് ശരിക്കും കരിയർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അന്ന് നിങ്ങളെ കൂടെ അഡ്മിഷൻ ചെയ്ത പല ആൾക്കാർ ഇന്നും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സ്വന്തമായിട്ട് കോളേജ് തുടങ്ങി. അങ്ങനെയാണ് ഒരു ജേണി. അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്? ചെറുപ്പം മുതലേ ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ബിസിനസ്സിൽ വരാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ടാർഗറ്റ് ചെറുപ്പം മുതലേ തന്നെ ഉണ്ടായിരുന്നു. അത് പക്ഷേ എങ്ങനെ വരും എന്നുള്ള ഐഡിയ മാത്രമാണ് ഇല്ലാതിരുന്നത്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പം അഡ്മിഷൻസ് അല്ലെങ്കിൽ കോളേജ് മാർക്കറ്റിംഗ് അത് ക്യാപിറ്റൽ വേണ്ടാത്ത ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആണ് സ്റ്റാർട്ടിങ്ങിൽ അട്രാക്റ്റ് ചെയ്തത്. പക്ഷെ അതും ഒരു നിമിത്തമായിട്ടാണ് വന്നുപെട്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എനിക്കൊരു NRI ഫീസ് അടയ്ക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അഡ്മിഷൻ എടുത്ത ഏജൻറ്റ് ഒരു കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് തരാതെ എനിക്ക് കൂടുതൽ ഫീസ് അടയ്ക്കേണ്ട, ഓൾറെഡി പാരൻസ് ഫീസ് അടയ്ക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഉള്ളതിനേക്കാൾ കൂടുതൽ ഫീസ് അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ ഫീസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ പഠിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻസ് ആ കോളേജിനെ ഹെൽപ്പ് ചെയ്താണ്. അല്ലാതെ അഡ്മിഷൻസ് അല്ല, ആ കോളേജിൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ എൻറ്റയർലി ആ കോളേജിൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഹെൽപ്പ് ചെയ്താണ്, അല്ലാതെ ഇൻഡിവിജ്വൽ അഡ്മിഷൻസ് അല്ലായിരുന്നു. പക്ഷെ അത് പിന്നെ ഞാനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു. അതായത് ഞാൻ ആ ഒരു ജേണിയിൽ ഞാൻ ആ അഡ്മിഷൻ എന്നുള്ള പ്രോസസ്സും അതിൽ നിന്ന് കിട്ടുന്ന ബിസിനസ്സും കാര്യങ്ങളും ഓക്കെ അത് പഠിച്ചു. പിന്നെ ഞാൻ ആ കോളേജിന് ചെയ്യുന്ന സമയം, ഇപ്പം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കോളേജിനെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അപ്പോൾ വേറൊരു കാര്യമില്ലായിരുന്നു. കാരണം കോളേജ് പഠിക്കുക അല്ലാതെ അന്നത്തെ ഇപ്പോഴത്തെ സ്റ്റാർട്ടപ്പ് ചിന്താഗതിയോ അല്ലെങ്കിൽ ഇന്ന് സ്റ്റുഡൻസിന് ഒരു കോളേജിനുള്ളിൽ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ അന്നില്ല. പക്ഷെ അന്ന് ഇത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആയപ്പോൾ എൻ്റെ അടുത്ത് പലരും ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നീ കോളേജിന് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്, ഈ കോളേജിന് വളരാൻ വേണ്ടിയിട്ട് എന്തിന് ഇത്ര ഹെൽപ്പ് ചെയ്യുന്നു, ഡേ ആൻഡ് നൈറ്റ് ഇത്രയും വർക്ക് ചെയ്യുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് ആ കോളേജിൽ അഡ്മിഷൻസ് ഉണ്ടാക്കിയത്. മധുരയിൽ ബാംഗ്ലൂർ പോലെ അത്ര പോപ്പുലർ അല്ല, മധുര ഒട്ടും പോപ്പുലർ അല്ലാത്ത ഒരു സൗത്ത് ഇന്ത്യൻ ഒരു സിറ്റി ആയിരുന്നു. ആരും യങ്സ്റ്റേഴ്സ് ആരും ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ അങ്ങനെ കോമ്പീറ്റ് ചെയ്തിട്ട് മധുര പോലൊരു സ്ഥലത്തേക്ക് സ്റ്റുഡൻസിന് ആ കോളേജ് മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്തു. അപ്പം
ഫ്രണ്ട്സ് ചോദിക്കുമെങ്കിലും എനിക്ക് പറയാനുള്ള റിപ്ലൈ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് വേറൊന്നും ചെയ്യാനില്ല. ഇതെനിക്ക് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തതുകൊണ്ട് ഞാൻ അതിൽ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്തു. അന്നത് എനിക്ക് പ്രത്യേകിച്ച് റിട്ടേൺ ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ ഫീസ് മാറി കിട്ടിയെന്നല്ലാതെ കോളേജിന് ക്രോർസ് ഒക്കെ റവന്യൂ ഉണ്ടെങ്കിൽ പോലും എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ എന്നുള്ള ഒരു വ്യക്തി ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് എനിക്കൊരു 3 എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് ശരിക്കും അന്ന് ഞാൻ ആ കാര്യം ശരിക്കും അവിടെ പഠിക്കാൻ പോയത് എന്തായിരുന്നു? എഞ്ചിനീയറിംഗ് ആയിരുന്നു. നല്ലൊരു മാർക്കറ്റിംഗ് എക്സ്പെർട്ടൈസ് തെളിയിച്ചിട്ടാണ് അവിടെ തുടങ്ങുന്നത് ശരിക്കും. അതെ അതെ, മാർക്കറ്റിംഗ് ഒരുപാട് പഠിക്കും. പിന്നെ ഞാൻ ആ പഠിച്ച കോളേജിൻ്റെ അന്ന് ഉണ്ടായിരുന്ന ചെയർമാൻ്റെ മോനായിരുന്നു, വൈസ് ചെയർമാനായിരുന്നു സ്റ്റാലിൻ സാർ ഞാനെന്നുള്ള ഒരു വ്യക്തി ബിൽഡ് ചെയ്യുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ അന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ നിന്നാണ് ഒത്തിരി പഠിക്കുന്നത്. എത്ര വർഷം അവിടെ ഉണ്ടായി ശരിക്കും? ഞാൻ അവിടെ സെക്കൻഡ് ഇയർ കഴിയുമ്പോഴാണ് ഞാൻ കോളേജിൻ്റെ അഡ്മിഷൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനൊരു ഫൈനൽ ഇയർ വരെ ഞാൻ വേറെ പുറത്തേക്കുള്ള കോളേജുകളിലേക്കൊന്നും അങ്ങനെ അഡ്മിഷൻ ചെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ ഇൻകം ഇല്ലായിരുന്നു എനിക്ക്, അവിടുന്ന് ഫീസ് മാറ്റി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അത് പിന്നെ കോളേജിൽ തന്നെ ചിലവായി പോകുമല്ലോ. പിന്നീട് സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മിച്ചി എനിക്ക് വാങ്ങിച്ചു തന്നിരുന്ന ഒരു ചെറിയ ചെയിൻ ഉണ്ടായിരുന്നു. ആ ചെയിൻ ആക്ച്വലി വിറ്റിട്ടാണ്, ഒരു ഗോൾഡിൻ്റെ ചെയിൻ, അത് വിറ്റ് അന്ന് 2100 എന്ന് പറയുന്ന ഒരു 5000 റുപ്പീസിന് ഒരു മൊബൈൽ കിട്ടും നോക്കിയുടെ. ആ മൊബൈൽ വാങ്ങിച്ചിട്ടാണ് ആക്ച്വലി ഞാൻ പുറത്തോട്ട് അഡ്മിഷൻ ചെയ്യുന്ന. നമുക്ക് കോൺടാക്ട് നമ്പർ ഒന്നുമില്ല, നമ്മൾ കോളേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന മാത്രം. കോൺടാക്ട് നമ്പർ ഉണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ്ലി ആ കോളേജിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റിംഗ് ഞാൻ അതിൽ പഠിച്ചു. പുറത്തോട്ടുള്ള അഡ്മിഷൻസ് കുറേ നാൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പുറത്തോട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആദ്യത്തെ വർഷമൊക്കെ ഭയങ്കര പാടായിരുന്നെങ്കിലും രണ്ടാമത്തെ വർഷം കുറച്ചുകൂടി നന്നായി. ഒരു തേർഡ് ഇയർ ആകുമ്പോഴേക്കും ഞാൻ ഫൈനൽ ഇയർ ആ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ഫസ്റ്റത്തെ ഒരു 1 or 2 മന്ത്സിനുള്ളിൽ തന്നെ ആ കോളേജിൻ്റെ സീറ്റ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുമായിരുന്നു. ഞാൻ ആ കംപ്ലീറ്റ് സീറ്റും ഞാൻ പഠിച്ചിരുന്ന കോളേജിൻ്റെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയത്താണ് ബാക്കിയുള്ള കോളേജുകൾക്ക് ഞാൻ സീറ്റ് ചെയ്തിരുന്നത്. പിന്നെ അതും പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്തു. കാരണം ഈ ഇത്രയും ഒരു ഇതിൽ കിടക്കുന്ന, അല്ലെങ്കിൽ മധുര പോലുള്ള സ്ഥലത്ത് കിടക്കുന്ന ഒരു കോളേജ് എനിക്ക് സീറ്റ് ഫില്ല് ചെയ്യാൻ പറ്റിയപ്പോൾ ബാക്കിയുള്ള കോളേജുകൾ ട്രിച്ചിയിലോ അല്ലെങ്കിൽ ബാക്കി ഇപ്പോൾ ചെന്നൈ പോലുള്ള സിറ്റികളല്ലാത്ത ഉള്ള സ്ഥലങ്ങളിൽ കിടക്കുന്ന കോളേജുകളൊക്കെ എന്നെ അപ്രോച്ച് ചെയ്യുന്നത്, സേലം, നമക്കൽ അങ്ങനെയുള്ള ഏരിയകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള കോളേജുകൾ എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ എനിക്ക് എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് തരുമായിരുന്നു അവരുടെ കോളേജ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നീട് ഞാൻ സ്വന്തം കോളേജ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഏകദേശം 8 എഞ്ചിനീയറിംഗ് കോളേജുകളോളം സീറ്റുകൾ മൊത്തം ഫില്ല് ചെയ്തിരുന്ന് ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതൊരു 2-3 ഇയേഴ്സേ ഉണ്ടായിട്ടുള്ളൂ. അതിലൊരു സാച്ചുറേഷൻ ഫീൽ ചെയ്തായിരുന്നു? സാച്ചുറേഷൻ ഫീൽ ചെയ്തിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ അടുത്തെന്താന്നുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ. ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആക്ച്വലി ലാൻഡും സാധനങ്ങളും നോക്കിയിരുന്നത്. ഞാൻ അഡ്മിഷൻ ചെയ്യുന്നതുകൊണ്ട് ചെറുതായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു MBA കോളേജായിരുന്നു. MBA കോളേജിനാണ് ലാൻഡ് നോക്കിയത്. പക്ഷേ എനിക്ക് ഒരു 10 ഏക്കർ ലാൻഡും ഒരു പഴയ ബിൽഡിങ്ങും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാവുന്ന, അതൊക്കെയാണ് ചിലപ്പോൾ നിമിത്തം എന്ന് പറയും. നമ്മളിപ്പോൾ സ്വപ്നം കണ്ട നമ്മളുടെ ഇതിലേക്ക് കാര്യങ്ങൾ വരും, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യും എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഞാൻ ചെറുപ്പം മുതലേ ഡേ ഡ്രീം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പേർട്ടായിരുന്നു. കാരണം സ്വപ്നങ്ങളാണ് നമ്മളെ വെറുതെ ഇരുന്നാൽ, എനിക്ക് വെറുതെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം, ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്വപ്നം കാണും ഇങ്ങനെ ഇത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് അട്രാക്റ്റഡ് ആവും എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു കറക്റ്റ് ഒരു പ്രോപ്പർട്ടിയും ഇതും കിട്ടി. പിന്നെ അത് ഞാൻ കൃത്യമായിട്ട് നല്ല രസമുള്ള സ്ഥലത്ത് വരുന്ന പ്രോപ്പർട്ടി കണ്ടിട്ടുണ്ട്, അവർ ഏരിയ പോയിട്ടുണ്ട്. അത് കറക്റ്റ് ഒരു ഇതിൽ സക്സസ് ആക്കാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ്. ശരിക്കും ആ കോളേജ് തുടങ്ങുന്നത് എത്രാമത്തെ വയസ്സിലാണ്? അത് 24ാമത്തെ വയസ്സിൽ. സാധാരണ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആൾക്കാർ തുടങ്ങുക ഒന്നില്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ്, അല്ലെങ്കിൽ റിലീജിയസ് ഓർഗനൈസേഷൻസ്, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ട് ആളുകൾ ഒരു ലാഭേച്ഛൊന്നും ഇല്ലാതെ തുടങ്ങാന്നൊക്കെ പറയാം. നമുക്കറിയാം എഡ്യൂക്കേഷൻ്റെ നല്ലൊരു ബിസിനസ് മോഡൽ തന്നെയാണ്. 24ാമത്തെ വയസ്സിൽ വേറെ ആരെങ്കിലും കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയിട്ട് എൻ്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിലുണ്ടോ? എനിക്കും അറിയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അത് റെക്കോർഡാണ്. അല്ല, എൻ്റെ അടുത്ത് അന്ന് ഇൻസ്പെക്ഷന് വന്നിരുന്ന ACTയുടെ ഡയറക്ടർ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ തന്നെ അങ്ങനെ ആരും അവർ സ്വന്തമായിട്ട് തുടങ്ങിയിരുന്നു. ഇപ്പം മക്കൾ ഇപ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ മക്കൾ ഉണ്ടാവും,
അങ്ങനെ സ്വന്തമായിട്ട് ഇന്ത്യയിൽ തന്നെ അവരാരെയും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അതിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാറില്ലായിരുന്നു. നമുക്ക് അറിയാവുന്ന പണി അതായിരുന്നു. എന്നാൽ പോലും അതൊരു സ്വന്തമായിട്ട് സ്ഥലം അക്വയർ ചെയ്യണം, പിന്നെ ഇതിൻ്റെ ലൈസൻസിങ് ഒക്കെ കുറച്ച് നല്ല ടഫായിരുന്നു. ആദ്യമായിട്ട് ഇപ്പോൾ നമ്മളൊരു കോളേജിൻ്റെ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുമ്പോൾ അതിൻ്റെ ടീച്ചേഴ്സ്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ആ സമയത്ത് അങ്ങനെയൊന്നും എനിക്ക്, കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഈ കോളേജ് മാർക്കറ്റ് ചെയ്യാൻ നടക്കുമ്പോൾ തന്നെ കോളേജുകളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ആക്ച്വലി അവർ ടഫായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ജോബുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ജോബുകൾ പോലും അവരെനിക്ക് ഡെലിഗേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ACTR ഓഫീസിൽ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഞാനും ഒത്തിരി കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ കൂടെ പഠിച്ചു. അതെനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇപ്പോൾ ചെയർമാന്മാരുടെ മക്കളായിരിക്കും, ചിലപ്പോൾ വൈസ് ചെയർമാൻസ് ആയിരിക്കും, അവരുടെ നിന്ന് കിട്ടുന്ന ലേണിങ്സും ഒത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ പിന്നെ അവരൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. എല്ലാവരും എനിക്ക് കോളേജ് തുടങ്ങാൻ, ഫസ്റ്റ് ഇയർ കോളേജ് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചാൽ 4.5 കോടി രൂപയോളം ക്രെഡിറ്റിൽ, അതായത് ഉള്ള കാര്യങ്ങൾ ഞാൻ കടത്തിനെടുത്തിട്ടുണ്ടായിരുന്നു ആ ഫസ്റ്റ് കോളേജ് തുടങ്ങുന്ന സമയത്ത്. അപ്പം അത്രയും ആ പ്രായത്തിൽ എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ സപ്പോർട്ട് കാരണം. ഇങ്ങനെ ഇവർക്ക് സപ്ലൈ ചെയ്തിരുന്ന ആൾക്കാരുടെ അടുത്ത് ഇവർ ഷംസുവിന് ധൈര്യമായിട്ട് കൊടുത്തോ, തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ആ ഒരു കോൺഫിഡൻസ് അവർ. പിന്നെ ഇതൊക്കെ ഞാൻ അഡ്മിഷൻ ചെയ്തിട്ടാണ് ഈ എമൗണ്ട് എല്ലാം മാറ്റിയത്. അതായത് ആ കോളേജിൽ അഡ്മിഷൻ വന്നിട്ടാണ് എമൗണ്ട് വന്ന് ആ ഫസ്റ്റ് ഇയർ തന്നെ എല്ലാം ബ്രേക്ക് ഈവണായി. അത്ര നല്ല അഡ്മിഷൻ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ കംപ്ലീറ്റ് ബ്രേക്ക് ഈവണായി തിരിച്ചു കൊടുക്കാൻ പറ്റി. അതായത് 3ാമത്തെ വർഷം ഞാൻ ആ കോളേജ് വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അന്ന് എനിക്കൊരു പാർട്ട്ണറും ഉണ്ടായിരുന്നു. പാർട്ട്ണറായിരുന്നു ലാൻഡ്. അങ്ങനെ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ പാർട്ട്ണർഷിപ്പ് ആ 3rd ഇയറിൽ കോളേജ് വളരെ സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തന്നെ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് ആ സമയത്ത് ബാങ്കും ഫണ്ട് ചെയ്യാൻ തയ്യാറായിരുന്നു, കാരണം നല്ല റവന്യൂ ഉണ്ടായിരുന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ പാർട്ട്ണർഷിപ്പ് വിട്ട സമയത്താണ് ഞാൻ 2 കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരു കോളേജിന് ഓൾറെഡി ഞാൻ ഒരു 3rd ഇയർ ആകുമ്പോൾ വേറൊരു കോളേജും കൂടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പാർട്ട്ണർക്ക് എന്തായാലും കോളേജ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിക്ക് പാർട്ട്ണർ ആവണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഈ കോളേജിൽ നിന്ന് മുന്നുണ്ടായിരുന്ന കോളേജിൽ നിന്ന് ഞാൻ പാർട്ട്ണർഷിപ്പ് വിടുന്നുണ്ട്. എന്നാൽ എനിക്ക് സ്വന്തമായിട്ടൊരു കോളേജും കൂടി വേണം എന്നുള്ള എൻ്റെ ഒരു തോന്നലിലാണ് നമ്മുടെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് 2 കോളേജ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 3rd ഇയറിലാണ് 2 എഞ്ചിനീയറിംഗ് ഒരുമിച്ച് ഒരേ വർഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത് തുടങ്ങിയ 2 എഞ്ചിനീയറിംഗ് കോളേജും ഒരേ വർഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് മലപ്പുറത്തും ഒന്ന് മൂവാറ്റുപുഴയിലും. 2 യൂണിവേഴ്സിറ്റിയാണ് അന്ന്. 2 യൂണിവേഴ്സിറ്റി അന്ന് 2 യൂണിവേഴ്സിറ്റി ആയിരുന്നു. 2 യൂണിവേഴ്സിറ്റി അന്ന് KTU ഇല്ലാതെ തോന്നുന്നു. അല്ല അതും നല്ല ചലഞ്ചിങ് ആയിരുന്നു. പക്ഷേ പിന്നെ ആ സമയത്തും അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 27ാമത്തെ വയസ്സിലാണ് 2 എഞ്ചിനീയറിംഗ് കോളേജ് പിന്നീട് 2 സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതും ആ സമയത്ത് എനിക്ക് വേറൊരു കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ല. ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ കോളേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരിചയിച്ചതും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആയ ഒരൊറ്റ മേഖല അതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ മറ്റ് മാനേജ്മെൻറ്റൊക്കെ ആയിട്ട് വളരെ സിൻസിയറായി ഇൻറ്റഗ്രിറ്റിയോട് കൂടി അവരുടെ ഇടപഴകിയപ്പോൾ നമ്മൾ അവരുടെ പ്രോസസ്സും സിസ്റ്റമൊക്കെ പഠിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മാക്സിമം ആത്മാർത്ഥത കാണിച്ചുകൊണ്ടാണ് അവർ അത്രയും വലിയൊരു എമൗണ്ടിലൊക്കെ. സാധാരണ നമ്മളൊരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അതേ സമാന സ്വഭാവമുള്ള വേറൊരു ബിസിനസ് തുടങ്ങുമ്പോൾ പഴയ ആളുകളടുത്ത് പിണങ്ങിയിട്ട് വരിക, അല്ലെങ്കിൽ അവരെ നെയിം ഉപയോഗിക്കരുത് എന്ന് പറയാന്നുള്ള നമ്മൾ നോർമലി കേൾക്കുന്ന സ്റ്റോറി. അപ്പോൾ അത് അവിടെ നിങ്ങൾ കാണിച്ചാൽ ഇൻറ്റഗ്രിറ്റിയും സിൻസിയറിറ്റി ആയിരിക്കും സ്വയമായിട്ടുണ്ട്. അവരെല്ലാം എനിക്ക് ഇപ്പം ഈവൻ ക്യാഷ് തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് പോലും കടം തന്നിട്ട് ആ സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് 25-30 ലക്ഷം രൂപയൊക്കെ ഹെൽപ്പ് ചെയ്തവരുണ്ട്. നിങ്ങളൊരു അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മൾ ഇത് കാണുന്ന ഒരുപാട് യങ് ഓൺടർപ്രണേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിലൊരു വലിയ സ്റ്റാർട്ടപ്പ് കൾച്ചറൊക്കെ ഡെവലപ്പായി വന്നിട്ടുണ്ട്. നേരത്തെ നമ്മളെ പേഴ്സണൽ ഡിസ്കഷൻ നിങ്ങൾ സൂചിപ്പിച്ച പോലെ വളരെ ഒരു മിനിമൽ പെർസെൻറ്റേജാണ് ഈ സ്റ്റാർട്ടപ്പിലൊക്കെ ഫസ്റ്റ് ഇയർ തന്നെ സർവൈവ് ചെയ്യണേ. 5 ഇയറൊക്കെ സർവൈവ് ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ട് നമ്മളെടുത്ത് വളരെ കുറവാണ്, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ. പക്ഷേ ഒരു ബിഗിനിങ് ആയിട്ട് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലേക്ക് വരുന്ന ഒരാൾക്ക് നിങ്ങളിപ്പോൾ കൊടുക്കുന്നൊരു ഉപദേശം, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അയാൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, അതെങ്ങനെ ഓവർകം ചെയ്യാമെന്നായിരിക്കും? മണി ഈസ് എ ബൈ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുക, നമ്മൾ കൊടുക്കുന്ന സർവീസ് ഏറ്റവും ബെറ്റർ ആക്കാൻ നോക്കുക. അപ്പോൾ ചലഞ്ചസ് എങ്കിലാണെങ്കിലും എപ്പോഴും ചലഞ്ചസ് ഉണ്ടായിരിക്കും. നമ്മൾ എത്ര ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് വിൽക്കാൻ നോക്കിയാലും, നമ്മൾ എന്തൊക്കെ നമ്മൾ ബെറ്ററായിട്ട് നമ്മൾ ചെയ്യാൻ നോക്കിയാലും അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ അതിൻ്റെ മുകളിലും ചലഞ്ചസ് ഇഷ്ടം പോലെ വരും. ബിസിനസ്സാണെങ്കിൽ ചലഞ്ചസ് ഉണ്ടാവും. 100% ഫെയിലിയർ അതിൻ്റെ ഭാഗമാണ്.
ഫെയിലിയേഴ്സിനെ നമ്മൾ അതിജീവിക്കാൻ നമ്മൾ ആ കോൺഫിഡൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ എവിടെ നിന്ന് വന്നു എന്നാണ് ഞാനെപ്പോഴും ആലോചിക്കുക. ഞാൻ ഗവൺമെൻറ് മീഡിയം സ്കൂളിൽ, സാധാരണ ഗവൺമെൻറ് മലയാളം മീഡിയം ചേലക്കരയിലാണ് SMT എന്ന് പറഞ്ഞാൽ. അവിടെ എൻ്റെ ഉമ്മച്ചി ക്ലർക്കുമായിരുന്നു, UD ക്ലർക്കായിരുന്നു. അപ്പോൾ അവിടെ ആ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, മലയാളം മീഡിയത്തിൽ. അപ്പോൾ ഞാൻ അവിടേക്ക് തിരിച്ചാലോചിക്കത്തുള്ളൂ. അപ്പോൾ നോർമലി ഞാൻ എത്താവുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യാവുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു 10% ചെയ്യാതെ തന്നെ ഞാൻ സക്സസ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റ്. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകര സ്വപ്നങ്ങളുമാണ്. അപ്പോൾ നമ്മളെപ്പോഴും സ്വപ്നം കാണുമ്പോൾ നമ്മൾ ഭയങ്കര ടോപ്പ് ലെവലിലേ കാണത്തുള്ളൂ. നമ്മൾ വിഷമങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ തിരിച്ച് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ, എന്നെ സംബന്ധിച്ച് എനിക്ക് വിഷമം പോകാറുണ്ട്. അതൊരു വലിയ തിയറിയാണ് അല്ലേ? അതെ. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പം ഇങ്ങനെയുള്ള ചലഞ്ചസും ഫെയിലിയേഴ്സും ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചലഞ്ചുകളായിരിക്കും നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത്. കാരണം നമ്മളൊരിക്കലും ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റില്ല. ഞാനെപ്പോഴും നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ ഉയരങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും നോക്കി അങ്ങനെ പ്ലാൻ ചെയ്തിട്ടേ പോകത്തുള്ളൂ. നമ്മളൊരാൾ ചതിക്കുമെന്നോ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ, കാരണം ബിസിനസ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ ട്രസ്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. ആളുകൾ വിശ്വസിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എഗ്രിമെൻ്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു ഫാക്ടറും ഇല്ലല്ലോ. കാരണം നമ്മൾ എല്ലാം ട്രസ്റ്റ് ചെയ്യാതെ ഒരു ബിസിനസ്സും നമുക്ക് വളർത്താൻ പറ്റത്തില്ല. യു ഹാവ് ടു ബിലീവ് ഇൻ പീപ്പിൾ, അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ചിലപ്പോൾ ആ ട്രസ്റ്റിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടാവാം. നമ്മൾ ചിലപ്പോൾ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ശരിക്കും നിങ്ങളുടെ ഈ വലിയ സ്വപ്നങ്ങളുടെ ഒരു കാരണമായിരിക്കുമോ ഈ APJ അബ്ദുൽ കലാമിലേക്ക് നിങ്ങൾ എത്തിയത്? തീർച്ചയായും. APJ അബ്ദുൽ കലാം സാർ എന്ന് പറഞ്ഞാൽ എന്നെ അത്രയും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ സ്വപ്നം കാണുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പുള്ളിയുടെ എല്ലാ വർക്കുകളിലും നമുക്ക് ഭയങ്കര റിയാലിറ്റി ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ അദ്ദേഹമായിട്ട് ഇൻട്രാക്ട് ചെയ്ത സമയങ്ങളിലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒന്നും കയ്യിൽ വെച്ചിട്ടില്ലല്ലോ. എല്ലാം ലാസ്റ്റത്തെ മരിക്കുന്ന സമയം പോലും ഒരു മാനേജ്മെൻറ്റ് IMൽ സ്റ്റുഡൻസിന് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം എല്ലാ ലാസ്റ്റ് ദിവസങ്ങളും അല്ലെങ്കിൽ അവസാനം വരെയും എല്ലാ സമയത്തും പുള്ളി യാത്രകളാണ് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും. ഇപ്പോൾ US ആണെങ്കിലും അല്ലെങ്കിൽ UAE എല്ലായിടത്തും സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ്. അബ്ദുൽ കലാം സാറ് എന്ത് കാര്യങ്ങൾ ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിലും അത് സ്റ്റുഡൻസിൻ്റെ നല്ലതിന് അല്ലെങ്കിൽ ആൾക്കാരുടെ നല്ലതിന് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ ഒരു 10 വട്ടമെങ്കിലും നേരിട്ട് കാണാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ലൈഫിലെ കോളേജിൽ പുള്ളിനെ കൊണ്ടുവന്നില്ലേ? 2 വട്ടം കോളേജിൽ വന്നിരുന്നു. ഫസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ 24 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴും അബ്ദുൽ കലാം സാറായിരുന്നു ഇനാഗ്രേറ്റ് ചെയ്തത്. കോളേജ് ഇനാഗ്രേറ്റ് ചെയ്തു. കേരളത്തിൽ ആ സമയത്ത് പുള്ളി ആദ്യമായിട്ട് വരുന്നത് അവിടെയാണ്? ആദ്യമായിട്ട് വരുന്നതല്ല, പക്ഷേ അന്ന് പ്രസിഡൻഷ്യൽഷിപ്പ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു കോളേജ് വന്ന് ഇനാഗ്രേറ്റ് ചെയ്തിരുന്നു. രണ്ടാമത്തെ കോളേജും ഇനാഗ്രേറ്റ് ചെയ്ത പുള്ളിയാണോ? രണ്ടാമത്തെ കോളേജ് ഇനാഗ്രേറ്റ് ചെയ്തില്ല. രണ്ടാമത്തെ കോളേജിൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെല്ല് ഇനാഗ്രേറ്റ് ചെയ്തത് അബ്ദുൽ കലാം സാറായിരുന്നു. അതൊരു ഭയങ്കര നമുക്ക് അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾക്ക് ഒരു 10 തവണയൊക്കെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറയുന്നത്. ഞാൻ ഡൽഹി പോകുമ്പോഴും കണ്ടിട്ടുണ്ട്, അല്ലാതെ കേരളത്തിൽ വരുമ്പോഴും എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടുണ്ട്. യങ് ഏജിലല്ലേ ഇതൊക്കെ. ഇതിൽ ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇതിലെ കുറേ ചാലഞ്ചസ് നിങ്ങൾക്ക് അത് ഭയങ്കര സുപരിചിതമായി. പിന്നെ അത് ഈസിയാണ്, കാരണം നമ്മളൊരു റെഗുലറായി ചെയ്യുന്ന കാര്യത്തിൽ ഇനി എത്രയായാലും അത് നമുക്ക് ഈസിയാവും. അപ്പോൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം നമുക്കൊരു സാധനത്തിൽ എക്സ്പെർട്ടൈസ് ആയാൽ പിന്നെ അതിൻ്റെ മാക്സിമം ചെയ്യാന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ആ സമയത്ത് എങ്ങനെ തിരിഞ്ഞ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നേ? ഫിലിംസ് ആക്ച്വലി എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഞാൻ പേഴ്സണലി മോട്ടിവേറ്റഡ് ആവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചലഞ്ചൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ഫിലിംസ് ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഫിലിംസിലെ ചില ക്യാരക്ടറുകളൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ചിലപ്പോൾ ഫിലിം ചിലപ്പോൾ തകർന്നു പോയിരിക്കും, അല്ലെങ്കിൽ ഇതാവുമായിരിക്കും. പക്ഷെ ചിലപ്പോൾ അതിലെ മെസ്സേജുകളോ അല്ലെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സൊക്കെ നമ്മളുടെ ഒരു നമ്മളുടെ അച്ചീവ്മെൻറ്റുകൾക്കോ അല്ലെങ്കിൽ ചില ഡയലോഗുകൾ, ചില സീൻസൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും കരുതുന്നത് സിനിമ മാസിനെ ഇൻസ്പയർ ചെയ്യാൻ, മാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു കോർ ഒരു പർപ്പസായിട്ട് ഞാൻ മനസ്സിൽ ചിന്തിക്കാറുള്ളത് ഇൻസ്പയറിങ് പീപ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ അത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും ശരി, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകളിലാണെങ്കിലും എത്രത്തോളം ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യാനോ പറ്റുന്ന ഒരു ഇത് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് പിന്നെ ഫിലിംസ് ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫിലിംസ് കൂടുതൽ കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഫിലിംസ് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഫിലിംസ് എന്നെങ്കിലും ഒരിക്കൽ മൂവി ചെയ്യണം എന്ന് സാധാരണ എല്ലാ ഓൺട്രപ്രണേഴ്സും ആഗ്രഹിക്കാറുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കുറേ ഓൺട്രപ്രണർ നെറ്റ്വർക്കിലും അതേപോലെ ഓൺട്രപ്രണേഴ്സിനൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സ്ഥിരം വരുന്ന ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് ഷംസു സിനിമയുടെ പരിപാടികൾ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ആക്ച്വലി എനിക്കും സിനിമ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതും ഒരു നിമിത്തം എന്നൊക്കെ പറയാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ 2 എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിങ്ങിൽ ഞാൻ വളരെ ഭയങ്കര കീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യം മാർക്കറ്റിങ്ങിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്നുള്ളത് അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാനേ നോക്കാറുള്ളൂ. അതിനെങ്ങനെ പൊസിഷൻ ചെയ്യണം, എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം. അതെ, അന്ന് വനിതയുടെ ചീഫ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു എബ്രിഡ് ഷൈൻ. അതെ, എന്നുള്ള അന്ന് അദ്ദേഹം ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു സുഹൃത്ത് വഴി ഞാൻ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ വനിതയിലെ ഏറ്റവും നല്ല ക്യാമ്പസ് പിക്ചേഴ്സും നല്ല സ്റ്റുഡൻസിൻ്റെയൊക്കെ പിക്ചേഴ്സ് വരുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ഈ 2 കോളേജ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നാമത് എനിക്ക് ടൈമില്ല. ഈ കോളേജിൻ്റെ അപ്രൂവൽസും പ്രോസസ്സും അഫിലിയേഷൻസും ഒക്കെ ആയിട്ട് നല്ല അതിന് ബിസി ആയിരുന്നു. അപ്പോൾ ഇതിനെ ബ്രോഷറിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കണം. അപ്പോൾ ആ ഫോട്ടോസ് നന്നായിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും വനിതയുടെ ഒരു ചീഫ് ഫോട്ടോഗ്രാഫർക്കാണ് അല്ലോ പറ്റുക. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പം പുള്ളി പറഞ്ഞു അത് ചെയ്തു തരാം. അങ്ങനെ നല്ല കോസ്റ്റായി. അന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കോസ്റ്റിലാണ് ആ ബ്രോഷർ ഷൂട്ട് ചെയ്തത്, ബ്രോഷറിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എൻ്റെ 2 കോളേജും വിസിറ്റ് ചെയ്തു. 2 ക്യാമ്പസുകളും അന്ന് കൺസ്ട്രക്ഷൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഫോട്ടോസ് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഫോട്ടോസ് നന്നായി ചെയ്തപ്പോൾ ഞാനും പുള്ളിയായിട്ട് വളരെ അധികം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് നന്നായി ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു. ഈവൻ അതിൽ അന്ന് മോഡൽസായിട്ട് ഉപയോഗിച്ച് വരുന്നവർ വേറൊരു കാര്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം അവരാണ് പിന്നീട് വലിയ അത്യാവശ്യം നല്ല ഫിലിം സ്റ്റാർസുകളൊക്കെ ആയിട്ട് വരുന്നത്. സൂപ്പർ സ്റ്റാറുകളായുള്ള ടൊവിനോ അന്ന് ആ ബ്രോഷറിൽ മോഡലാണ്, സ്റ്റുഡൻ്റായിട്ട് അഭിനയിച്ചിരുന്നു. പ്രയാഗ മാർട്ടിൻ, സൃന്ദ, പിന്നെ തെലുങ്കിലൊരു ഹീറോയിനായിട്ടുള്ള ഋഷിക സിംഗ്, പിന്നെ ഒരു തെലുങ്കിൽ തന്നെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മാളവിക നായർ, അങ്ങനെ കുറേ പേര്. അപ്പോൾ ആ ഒരു ഫോട്ടോസ് നല്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് വളർന്നു. അപ്പോഴും എനിക്കങ്ങനെ സിനിമ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ആകുമ്പോൾ ഞാൻ സിനിമാക്കാരെ കുറച്ചുകൂടി കൂടുതൽ കാണാറുണ്ട്, കാരണം ഉള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സിനിമ ചെയ്യണം എന്നുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ സ്റ്റോറി 1993 സ്റ്റോറി എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. ഭയങ്കര ഇൻസ്പയറിങ് സ്റ്റോറിയായിരുന്നു അത്. ആ സ്റ്റോറി ആൾക്കാരിലേക്ക് എത്തണം, അതിനോടുള്ള എൻ്റെ കോൺഫിഡൻസാണ് ആക്ച്വലി അത് സിനിമയായിട്ട്. ആ സ്റ്റോറിയാണ് ഇഷ്ടപ്പെടുന്നത് ശരിക്കും. ഫസ്റ്റ് ഞാൻ ഇഷ്ടപ്പെടുന്ന സ്റ്റോറിയും പിന്നെ ആ ഡയറക്ടറിലുള്ള അദ്ദേഹം അതിന് മുന്നേ അസിസ്റ്റന്റ് ഡയറക്ടർ പോലും ഇല്ലായിരുന്നു. പക്ഷേ ആ ഡയറക്ടറുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു ഫാക്ടറാണ് അതിൻ്റെ. അതുകൊണ്ടുള്ള ഒരു കോൺഫിഡൻസും എൻ്റെ ബ്രോഷർ. മലയാളത്തിൽ ക്രിക്കറ്റ് ബേസ്ഡ് ആയിട്ട് ആദ്യത്തെ മൂവി ആയിരിക്കും. ക്രിക്കറ്റ് അങ്ങനെ സീരിയസ് ഒരു സബ്ജക്റ്റ് ആയിട്ടൊന്നും. ഒരു ക്രിക്കറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ അതിന് ക്രിക്കറ്റിന് ഒരു പാശ്ചാത്തലമായിട്ടാണ് കരുതിയിട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പാരൻസിന് അവരുടെ കിഡ്സിനോടുള്ള അറ്റാച്ച്മെൻറ്റും അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും എപ്പോഴും പാരൻസ് എത്തിപ്പെടാൻ പറ്റാത്തൊരു രീതിയിലേക്ക് കാരണം എത്തിക്കുക എന്നുള്ളത് എപ്പോഴും പാരൻസിൻ്റെ സ്വപ്നമായിട്ട് കാണുന്നത്. ചിലപ്പോൾ അവർക്കൊരു കോച്ചിങ് കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് കിട്ടാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ കറക്റ്റായിട്ടുള്ളൊരു ഇതിലേക്ക് എത്താത്തത്. അപ്പോൾ അത് ഞാൻ എപ്പോഴും കാണാറുണ്ടായിരുന്നു. ഈവൻ എൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഫാദർ ചെറുപ്പം മുതലേ എനിക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ടായിരുന്നു. ഫാദർ ചില ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു പഠിച്ചിട്ടുമുണ്ട്.
അപ്പോൾ എൻ്റെ ഇതിൽ പോലും അത് ഫാക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ്, ആ ഒരു കാര്യങ്ങളൊക്കെ ആ പടത്തിലുണ്ടല്ലോ, അതൊക്കെയാണ് എന്നെ അത് എന്നാൽ ക്രിക്കറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ സ്റ്റോറി പറയുകയും ചെയ്യുക. അപ്പോൾ അത് അല്ല, അതിൽ കുറേ ഘടകങ്ങളുണ്ട്. അതിൽ 1983 എന്നുള്ള പേരടക്കം അതെ ഇന്ത്യക്കാരന് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഞാനെപ്പോഴും എൻ്റെ ട്രെയിനിങ്ങുകളിൽ സ്ഥിരമായിട്ട് നിങ്ങളെ കോപ്പിറൈറ്റ് അനുമതി ഇല്ലാതെ നമ്മളെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ റിട്ടയർമെൻറ്റ് സ്പീച്ച് എത്ര മലയാളി കേട്ടിട്ടുണ്ടെന്ന് ചിലപ്പോൾ നമുക്കറിയില്ല. പക്ഷേ ആ സാധനം സിനിമയിൽ വളരെ നന്നായിട്ട് 2-3 പ്ലേസ് ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ട്. എനിക്ക് നിങ്ങളെ ലൈഫായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ആ ഒരു സെൻറ്റൻസ്. കാരണം ഇപ്പം നിങ്ങൾ ഇത്ര പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്, കാരണം അതിൽ പറയുന്നത് ചേസ് യുവർ ഡ്രീം, മേക്ക് ഷുവർ യു ആർ നോട്ട് ടേക്കിംഗ് എനി ഷോർട്ട് കട്ട്സ്. അത് തന്നെ ആയിരിക്കും അല്ലേ? അതെ 100%. അതാണ് ആ മൂവിയുടെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയതൊന്നും അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയതൊന്നും. പിന്നെ ഞാൻ സിനിമ ആക്ച്വലി ഇപ്പോഴും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ആ സ്റ്റോറി എങ്ങനെ കണക്ട് ചെയ്യും, എങ്ങനെ റിലവൻ്റ് ആവും എന്നുള്ളത് നോക്കാറുണ്ട്. അപ്പം അത് തന്നെയാണ് ആക്ച്വലി അത്രയും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആ സിനിമ നോക്കിയാൽ ആക്ച്വലി 3 ചാനലുകൾ ആ സിനിമ കണ്ടിട്ട് റിജക്റ്റ് ചെയ്തായിരുന്നു. ആ സിനിമ കണ്ടിട്ട് ആ സിനിമ റിജക്റ്റ് ചെയ്തതാണ്. എങ്കിൽ പോലും ഞാൻ 4 കോടി റിസ്കിലാണ് ആ പടം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എത്ര വയസ്സാണ്? അന്ന് 27 വയസ്സ്. 24ാമത്തെ വയസ്സിൽ നിങ്ങൾ കോളേജ് തുടങ്ങി, 27ാമത്തെ വയസ്സിൽ ഒരു എന്താ പറയുക റിസ്കി സിനിമ എടുത്തു എന്ന് പറയാം. എനിക്ക് തോന്നുന്നു നിവിൻ ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു അത്രയും അത്രയും ചെറുപ്പം തൊട്ടിട്ട് അത്രയും മെച്ചുവേർഡ് ക്യാരക്ടർ വേറെ ഏത് പടത്തിൽ. നിവിൻ മാത്രമല്ല, ശ്രിന്തയുടെയും ആ സിനിമയിൽ ശ്രിന്തയുടെ നല്ലൊരു റോളാണ് അല്ലേ? ആ സിനിമ ഒരു ലൈഫുള്ള വളരെയധികം, കാരണം എനിക്ക് അത്രയും കോൺഫിഡൻസും ഉണ്ടായിരുന്നു ആ പടം എന്തായാലും ജനങ്ങൾ സ്വീകരിക്കും. 1983 അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ക്യൂനാണ്, അത് കഴിഞ്ഞിട്ട് കാണാണ്. സാധാരണ വളരെ നോർമൽ സക്സസ് റേറ്റ് ഉള്ള ഇപ്പം അസോസിയേഷൻസൊക്കെ മലയാളത്തിൽ ഭയങ്കര കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിൽ സക്സസ് റേറ്റ് കുറവാണ്, പുതിയ പ്രൊഡ്യൂസേഴ്സ് വന്ന് പറ്റിക്കപ്പെടുകയാണ്, പുതിയ പ്രൊഡ്യൂസേഴ്സിന് സക്സസ് റേറ്റ് ഇല്ല. എനിക്ക് തോന്നുന്നു 100% സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെൻറ്റാണ് സിനിമയിൽ. ഇനി കോളേജാണെങ്കിലും ഇപ്പം ഞാൻ ആസ് എ ബിസിനസ് കൺസൾട്ടൻറ്റ് ട്രെയിനർ നിലക്കൊക്കെ നമ്മൾ ഈ ഓൺടർപ്രണേഴ്സായിട്ട് വളരെ അടുത്ത് പെരുമാറുമ്പോൾ നമ്മൾ ഈ പുറത്തോട്ട് കാണുന്ന പല ബ്രാൻഡുകളും ഉള്ളിൽ സ്ട്രഗിൾ ചെയ്യാണ്. ഇവരൊക്കെ എല്ലാവരും എല്ലാം ചെയ്തു നോക്കുന്നുണ്ട്, പക്ഷേ ഒരു സ്ഥലത്ത് ക്ലിക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ. എനിക്ക് ഇത്ര നേരങ്ങളത് സംസാരിച്ചതെന്നും ബേസിക്കലി എനിക്ക് നിങ്ങളെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ കോർ ഏരിയ എന്ന് പറയാൻ നിങ്ങൾക്ക് അത് മാർക്കറ്റ് ചെയ്യാൻ അറിയാം. അത് മാർക്കറ്റ് ചെയ്യാൻ അറിയാമെന്ന് പറയാനേ, നമുക്കെപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമല്ലേ മാർക്കറ്റ് ചെയ്താലും എത്തത്തുള്ളൂ. ഇപ്പോൾ സിനിമ തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ, നമ്മൾ എത്രത്തോളം മാർക്കറ്റ് ചെയ്താലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത സിനിമ വിജയിക്കുമോ? ഇല്ലല്ലോ. ആക്ച്വലി അത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കത്തുള്ളൂ. കാരണം ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ്. നമ്മളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ് അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ പറയുന്നവരെ കൊണ്ട് മാത്രമേ സിനിമ ആക്ച്വലി തിയേറ്ററിലേക്ക് ആളെ ഡ്രൈവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല സിനിമകൾ വന്നാൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ. ഞാനെപ്പോഴും അതിന് എൻ്റെ മനസ്സിലൊരു ഫോർമുല ഉണ്ടാവാറുണ്ട്. ആ ഫോർമുല എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയുള്ള സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റായിട്ട് കണ്ട ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് സിനിമ പ്രൊഡക്റ്റാണ്. അപ്പോൾ ക്വാളിറ്റിയുള്ള അതായത് സിനിമയിൽ എല്ലാവരും പറയും ഒരിക്കലും ഒരു സൂപ്പർ ഹിറ്റ് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അത് സത്യം തന്നെയാണ്. അതിനൊരു ഫോർമുല ഇല്ല. പക്ഷെ ഒരു ക്വാളിറ്റി സിനിമ ഉണ്ടാക്കുന്നതിൽ 100% ഒരു ഫോർമുല ഉണ്ട്. നമുക്ക് വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഒരു പേഷ്യൻസ് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പഠിക്കാൻ തയ്യാറായാൽ, നമുക്ക് 100% ആയിട്ടും ഒരു ക്വാളിറ്റി സിനിമ നിർമ്മിക്കാൻ പറ്റും. ഒരാൾ കണ്ടാൽ നീ എന്തിനാ ഈ സിനിമ എടുത്ത് എന്ന് ചോദിക്കാത്ത രീതിയിലുള്ള ഒരു സിനിമ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മുടെ കയ്യിലൊരു ഫോർമുല, അതായത് ഞാൻ കീപ്പ് ചെയ്യുന്ന കുറേ സ്റ്റാൻഡേർഡ്സ് അതിനുണ്ട്. ഇപ്പോൾ അത് വൺസ് അഗെയിൻ അതും ക്വാളിറ്റി റിലേറ്റഡ് ആണ്. അതിപ്പോൾ നമ്മൾ എടുക്കുന്ന സ്റ്റോറി ആണെങ്കിലും അത് റിലേറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ടീം, അതിനെപ്പറ്റി സംസാരിച്ചാൽ ഒരുപാട് സംസാരിക്കാനുണ്ടാവും. സിനിമയാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിലും ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മിനിമം, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അങ്ങനെ പറയുകയാണെങ്കിൽ അടുത്തൊരു 2 അല്ലെങ്കിൽ ഒരു 3-4 ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അതായത് സിനിമയിൽ ഞാൻ കാണുന്നൊരു സാധനം, ഞാൻ ഇപ്പോൾ എൻ്റെ 3 സിനിമകളും വിജയിച്ച് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കാണുന്നത്, ഞാൻ സിനിമയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചിട്ട് എൻ്റെ ബിസിനസ്സിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് നോക്കാറുള്ളത്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
സിനിമ വിജയിക്കുന്നതിൻ്റെ എൻ്റെ സിനിമകൾ വിജയിച്ചതിൻ്റെ കാരണമായിട്ട് ഞാൻ കരുതുന്ന ഒരു കാര്യം കോംപ്രമൈസ് ചെയ്യാതിരുന്നുകൊണ്ടാണ്. അതായത് നമ്മൾ നമുക്കൊരു ബിസിനസ് വിജയിക്കണമെങ്കിൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാനുണ്ട്. അപ്പോൾ മിക്കവാറും ബിസിനസ്സിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു നല്ല ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു HR കിട്ടിയില്ല, അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻസ് മാനേജറിന് കിട്ടിയില്ല, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആരെങ്കിലും എടുത്തു വെച്ചിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യും. നമ്മൾ പിന്നെ തിരുത്താം. പിന്നെ കാരണം നോർമൽ ബിസിനസ്സിൽ സമയമുണ്ട് നമുക്ക്. ബിസിനസ്സിൽ അത് ഭയങ്കര ബ്ലണ്ടർ അല്ലേ? ബ്ലണ്ടറാണ്, പക്ഷെ എങ്കിലും അത് മാറ്റാനുള്ള സമയം കിട്ടും വിചാരിക്കാം. സമയം കിട്ടുന്ന ആൾക്കാരുകൊണ്ടാണ് അത് പറ്റുന്നത്. ഇതൊരു ഫ്രൈഡേ തീരുമാനമാവും. സിനിമയിൽ അതില്ല. സിനിമയിൽ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്താൽ പിന്നെ കാര്യമില്ല. കാരണം ആ ടീം പെർഫെക്റ്റ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് പോയി. പിന്നെ അതിൽ ഒരിക്കൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഔട്ടാണ്. ടീമിന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്റ്റോറി ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ടീമിൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വയബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും, അങ്ങനെ ഓരോ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മളങ്ങനെ കോംപ്രമൈസ് ചെയ്യാറില്ല നോർമലി. അങ്ങനെ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു ഘട്ടം വരുന്നത് ഞാൻ 3 സിനിമ ഹിറ്റായ കാര്യം മാത്രമേ അറിയുള്ളൂ. ഞാൻ എടുക്കാതെ പോയ സിനിമകളുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ട് വേണ്ടാന്ന് വെച്ചിട്ടില്ല. ചിലപ്പോൾ ആ ഒരു ഘട്ടത്തിലാവും എനിക്ക് തോന്നുന്നു ഇത് ചെയ്താൽ ശരിയാവില്ല, ഇപ്പം ഇത്രേ പോയിട്ടുള്ളൂ, പോട്ടേന്ന് വരിക്കും. ഞാൻ ഈ ഓണ്ടർപ്രണേഴ്സിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇവർ പല ഓണ്ടർപ്രണേഴ്സും വളരെ ശ്രദ്ധയില്ലാതെ നല്ലൊരു ഫിനാൻസ് ഹെഡിനെ വെക്കില്ല. അവിടെ അവർ ഒരു ടാലി അറിയുന്ന നാളൊക്കെ നോക്കിയിട്ടാണ് കമ്പനിയുടെ അക്കൗണ്ട്സ് നോക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ നല്ല HR വെക്കില്ല. കാരണം അവിടെ കുറച്ച് നല്ല ആളുകളെ കിട്ടാൻ നല്ല പേ ചെയ്യണം. പക്ഷേ ഞാൻ എപ്പോഴും അവരടുത്ത് തമാശയ്ക്ക് കയറാം, നിങ്ങളെ വീട്ടിലോട്ട് ക്വാളിറ്റിയുള്ള ഒരാളെ വീടിൻ്റെ അകത്ത് കയറ്റുമോ? ഇല്ലല്ലോ, കയറ്റില്ല നമ്മൾ. അപ്പോൾ പിന്നെ നമ്മളെ ബിസിനസ്സിലേക്ക് നമ്മളെങ്ങനെ കയറ്റാം? ഇത് പക്ഷേ എനിക്കിതിൽ വീണ്ടും എനിക്ക് നിങ്ങളോടുള്ളൊരു, ഞങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ച ചോദ്യം, 1983 നിങ്ങൾ സക്സസ് ആയി, സിനിമയിലേക്ക് പോകാൻ നമ്മുടെ ഡിസ്കഷൻ, അതായത് ചോദിച്ചിട്ട് പോവാം. 1983 സക്സസ് ആയി. സാധാരണ ഇങ്ങനെ സിനിമ സക്സസ് നമ്മൾ ഒബ്സർവ് നമ്മൾ കാണുക, പിന്നെ സെക്കൻഡ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും അടുത്തൊരു സൂപ്പർ സ്റ്റാർ ഫിലിമാണ് ചെയ്യാം. കാരണം ഒന്ന് അവർക്ക് സൂപ്പർ സ്റ്റാറിൻ്റെ ഡേറ്റ് കിട്ടും, ഒരു സക്സസ് സ്റ്റോറി ഉള്ളത് കാരണം. രണ്ടാമത്തെ അതാണ് അവർക്കും അവരെല്ലാവരും ഡ്രീം. പക്ഷേ നിങ്ങൾ രണ്ടാമത്തെ പടം ചെയ്തത് 100% കുറച്ചുകൂടി പുതുമുഖങ്ങൾ വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ആ ഡയറക്ടേഴ്സിൻ്റെ ഫസ്റ്റ് പടം അതല്ലേ. അവർ പിന്നീട് വളരെ സക്സസ്ഫുൾ ആയ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ ആയി. പക്ഷേ അതിലെല്ലാവരും പുതുമുഖങ്ങളല്ലേ. സാനിയപ്പൻ്റെ ഫസ്റ്റ് പടമാണ്, ബാക്കി അവരിൽ അഭിനയിച്ച എല്ലാവരുടെയും ഫസ്റ്റ് പടം ക്യൂൻ. അത് ആ സബ്ജക്റ്റ് ആണെങ്കിൽ ഭയങ്കര പ്രസിദ്ധ. അതെങ്ങനെ രണ്ടാമതും അങ്ങനെ തന്നെ റിസ്ക് എടുക്കാമെന്ന് തീരുമാനിച്ചു? അതും ടീമും സബ്ജക്റ്റും എല്ലാം അങ്ങനെ ഒത്തു വന്നുകൊണ്ടും എനിക്ക് അതും 100% കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് ഞാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റ് അല്ല, വേറെ 2 പ്രൊഡ്യൂസേഴ്സ് സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റ് ആയിരുന്നു. പിന്നീട് ഞാൻ ജോയിൻ ചെയ്ത്. പക്ഷേ എങ്കിലും ആ ടീമിൻ്റെ അടുത്ത് അവർ ചെയ്തു വെച്ച കാര്യങ്ങളിലും ഇതിലും ഒക്കെ എനിക്ക് അത്ര നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ സിനിമയാണെങ്കിലും റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസവും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതെന്തായാലും ഹിറ്റടിക്കും എന്നുള്ള കാര്യം. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെയും ആ ടീം അതായത് ആ ടീമിന് ആ സിനിമയോടുള്ള പാഷനും അവർ കാണിക്കുന്ന ഇൻവോൾവ്മെൻറ്റും, ആ ഡയറക്ടർ അന്ന് പുതിയതായിരുന്നു, അന്ന് ഫസ്റ്റ് പടമായിരുന്നു, അതൊക്കെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് ആ ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ടും. ഇപ്പം ഞാൻ സിനിമയിൽ അങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സിനിമയെ ഫസ്റ്റ് സമീപിക്കുന്നത് അതിൻ്റെ സ്റ്റോറി സ്ക്രിപ്റ്റാണ്. അതാണ് അതിൻ്റെ ഫൗണ്ടേഷൻ എന്നാണ് വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഇതിലേക്ക് പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് ബെസ്റ്റാണെങ്കിൽ ടീമിലേക്ക് പോവുള്ളൂ. ഇപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല ഒരു സ്ക്രിപ്റ്റിൽ നിന്നാണ് നല്ലൊരു ഡയറക്ടർ നന്നായി ഡയറക്റ്റ് ചെയ്തിട്ട് നല്ലൊരു സിനിമ ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഒരു മോശം സ്ക്രിപ്റ്റിൽ നിന്ന് നന്നായി ഡയറക്റ്റ് ചെയ്തിട്ട് ഒരു നല്ല സിനിമ ഉണ്ടാവുന്നത് എനിക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡിസിഷൻ എടുക്കുക സ്ക്രിപ്റ്റിൻ്റെ മുകളിൽ. 3 സിനിമയാണ് ചെയ്തത്. നിങ്ങൾ നല്ല സമയമെടുത്താൽ ചെയ്ത് 3 സൂപ്പർ ഹിറ്റാണ്. 3 സൂപ്പർ കൊമേഴ്ഷ്യലി സൂപ്പർ ഹിറ്റ് എന്നുള്ളതൊരു ബിസിനസ് ടേംസ് ആണെങ്കിലും 3 സിനിമയും 3 സിനിമയുടേതായ ഐഡൻറ്റിറ്റി ഉള്ള സിനിമകളാണ്. ടോട്ടൽ എത്ര സ്ക്രിപ്റ്റ് കേട്ടിട്ടുണ്ടാവും? സ്ക്രിപ്റ്റ് കുറേ കേട്ടിട്ടുണ്ടാവും. അത് ശരിക്കും കണക്ക് ഓക്കെ. ഇങ്ങനെ ചെയ്യണമെന്ന് പരിഗണിച്ച ഇത്ര പ്രോജക്റ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ 3 സെലക്ട് ചെയ്തത്? ചെയ്യണമെന്ന് പരിഗണിച്ചതും വേറെ പ്രോജക്റ്റുകൾ കുറേ ഉണ്ടാവുമായിരിക്കും. പിന്നെ എല്ലാ സിറ്റുവേഷൻ എല്ലാം അതാ ഞാൻ പറഞ്ഞത്, ഒരു സിനിമയിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് സിനിമ ജനങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പം ഞാൻ വേറൊരു സ്റ്റീൽ കമ്പനി നടത്തിയാലോ, വേറൊരു ട്രേഡിങ് കമ്പനി നടത്തിയാലോ, വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്
ജനങ്ങൾക്ക് അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റുക നടത്തിയാലോ അത് നിന്ന് പോയാലോ അതിൽ നഷ്ടം വന്നാലോ അത് നഷ്ടത്തിൽ നടന്നു പോയാലോ ആൾക്കാർക്ക് അത് മനസ്സിലാവത്തില്ല. പക്ഷെ സിനിമ പെട്ടെന്ന് മനസ്സിലാവും, എത്രയും പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. സിനിമയുടെ വെള്ളിയാഴ്ച കൊണ്ട് വേണമെങ്കിൽ മനസ്സിലാവും. സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ സിനിമയുടെ റീച്ചോ അല്ലെങ്കിൽ അഭിപ്രായം കാണുമ്പോഴോ മനസ്സിലാവും ഈ സിനിമ സക്സസ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അല്ലേ. അപ്പം അതുകൊണ്ട് ആൾക്കാർക്ക് അത് എത്രയും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി. അപ്പം സിനിമ എടുക്കുന്നിടത്ത് നമ്മൾ ചെയ്യുന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ സ്ക്രിപ്റ്റ് വളരെ നന്നായിട്ട് വന്നു, അതിൻ്റെ ഡയറക്ടറിലോ ടീമിലോ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഒത്തിരി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ചില സ്റ്റോറികൾക്കോ ചില സ്ക്രിപ്റ്റിനോ അത് എല്ലാ സ്ഥലത്തും നമുക്ക് ഒരിക്കലും പുതുമുഖ ആൾക്കാരെ വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സിനിമകളും പുതുമുഖ ആൾക്കാരെ വെച്ചിട്ട് വർക്കൗട്ട് ആവില്ല. അതുപോലെ സിനിമകൾ ചിലപ്പോൾ തിയേറ്ററിലേക്ക് വന്നാൽ ആൾക്കാർ പുതുമുഖങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറാൻ പറ്റില്ല. കാരണം അതിന് മാർക്കറ്റിംഗ് വയബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അപ്പം ചില സിനിമകൾക്ക് അതുപോലുള്ള ആക്ടേഴ്സ് വന്നാൽ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ആക്ടേഴ്സ് വന്നാൽ മാത്രമേ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴും സ്റ്റോറിയും സ്ക്രിപ്റ്റും മാത്രം വർക്കൗട്ട് ചെയ്ത് ഇപ്പോൾ ഇതൊരു കോമ്പിനേഷനാണ്. ആ ഒരു കാര്യങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റിനെ നോക്കിക്കണ്ട് അതിനെന്താണെന്ന് മനസ്സിലാക്കി അതിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ അധികം സിനിമയൊന്നും ചെയ്തിട്ടില്ല, ആകെ 3 സിനിമയേ ഉള്ളൂ. അതുകൊണ്ട് ഇത്ര ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിൽ ഒരു 6 മാസമായിട്ട് പുതുതായിട്ട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഫിയർ ഫാക്ടർ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള സാധനത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ബിസിനസ് ടേംസിലാണ് സംസാരിക്കുന്നത്. നേരെ മറിച്ച് അപ്പോൾ നിങ്ങളെ കാര്യം അവിടെ പരിഗണിക്കുകയാണെങ്കിൽ ആ ഫിയർ ഫാക്ടറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും ആ ഒരു സിറ്റുവേഷനെ? ആക്ച്വലി പ്രൊഡ്യൂസർ അസോസിയേഷൻ ചെയ്തത് നല്ല കാര്യമാണെന്നാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ എല്ലാ ആൾക്കാർക്കും ഇപ്പം നമ്മൾ ഒരു ബിസിനസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇപ്പം ഞാൻ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ സ്റ്റീലോ അല്ലെങ്കിൽ ആരെങ്കിലും ബിസിനസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടും അതിൻ്റെ മാർക്കറ്റിനെ പറ്റിയിട്ടും മാർക്കറ്റ് വയബിലിറ്റിയെ പറ്റിയിട്ടും എല്ലാം വ്യക്തമായി പഠിച്ചിട്ടല്ലേ ഒരാൾ ഒരു ബിസിനസ് ചെയ്യാൻ പോകത്തുള്ളൂ. പക്ഷേ സിനിമ ചെയ്യാൻ വരുമ്പോൾ മിക്കവരും ആ ഇൻവോൾവ്മെൻറ്റ് ചെയ്യാറില്ല. എക്സൈറ്റ്മെൻറ്റ് മാത്രമല്ല, ആൾക്കാരുടെ ചിന്ത എന്ന് വെച്ചാൽ ഞാൻ കുറേ സിനിമകൾ കാണുമ്പോൾ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് നല്ലതാണോ ചീത്തയാണോ, അതുകൊണ്ട് എനിക്കൊരു സിനിമ എടുക്കാൻ പറ്റും എന്നുള്ള ചിന്താഗതിയിലും ആൾക്കാർ സിനിമ. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ പൈസ പോയിട്ടുണ്ട് സിനിമയിൽ, ഒരുപാട് സുഹൃത്തുക്കളുടെ പോയിട്ടുണ്ട്. കുറേ പേര് അക്സെപ്റ്റ് ചെയ്യും, കുറേ പേര് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം ഞാനെപ്പോഴും ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ ചെയ്തത് നല്ല കാര്യം എന്നുള്ളതാണ്. പക്ഷെ അതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും പഠിച്ചിട്ട് ചെയ്യുമോ, അവരൊരു ഇതാണ് കൊടുത്തത് എന്ന് വെച്ച് സിനിമകളിലൂടെ വിജയിക്കാതിരിക്കും. ഞാൻ കരുതുന്നത് സിനിമ ബെറ്റർ സക്സസ് റേറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഇക്വേഷൻ ഞാൻ കരുതുന്നത്. നോർമൽ ബിസിനസ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിനിമയ്ക്ക് ബെറ്റർ ആണ് സക്സസ് റേറ്റ് എന്നാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾ ബാക്കിയുള്ള ബിസിനസ്സുകളിലും സ്റ്റാർട്ടപ്പുകളായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റും ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് 97% ശരിക്കും റേഷ്യോസ് ഫെയിലിയർ ആണ്. 97% ഒരു നമ്മളൊരു 1 ഇയറിൽ തന്നെ 60%, സെക്കൻഡിൽ 80% സസ്റ്റെയിൻ ചെയ്യില്ല. അപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ സക്സസ് റേറ്റ് 3% ആകുമ്പോൾ മൂവികളുടെ സക്സസ് റേറ്റ് 20 to 30% വന്ന കണക്ക് പ്രകാരം തന്നെ ഉണ്ട്. അത്രയും അപ്പോൾ ഏറ്റവും ബെറ്റർ സിനിമയല്ലേ ആക്ച്വലി. ശരിക്കും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിനിമ സൂക്ഷിച്ച് നോക്കി നമ്മളെപ്പോഴും ആ 3% സക്സസ് റേറ്റ് ഉള്ള ഒരു പ്രോബബിലിറ്റി കൂടുതൽ ഇവിടെയാണ് ആവാനാണെന്നല്ലോ നമ്മൾ ശ്രമിക്കുക. നമ്മൾ 3% സക്സസ് ആയിട്ടുള്ള ബിസിനസ്സുകാരെല്ലാം ആ 3% ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ ഈ 20 to 30% ഉള്ളിൽ സക്സസ് ആവുന്ന സിനിമകളുടെ ഭാഗം എങ്ങനെ ആവാന്ന് നോക്കിയാൽ മതി. ടഫ് പ്രോസസ്സാണ്, പക്ഷേ അത് പഠിച്ച് അതിനെ വിട്ട് മനസ്സിലാക്കി. ട്രഡീഷണൽ ബിസിനസ്സിലാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ? അതെ, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. കാരണം ബിസിനസ് ആൾക്കാർ ഈ പറഞ്ഞ പോലെ ബിസിനസ് ഓണർ കാറിൽ നടക്കുന്നതും ബിസിനസ് ഓണറുടെ വലിയ വീടും ഇപ്പോഴാണ് ബിസിനസ് ഓണറുടെ ഇൻസ്റ്റാഗ്രാം പേജ് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇപ്പം നിങ്ങൾ കുറേ സ്ക്രിപ്റ്റുകൾ കേട്ട് വേണ്ടാന്ന് വെച്ച പോലെ ഈ 3%ലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മൾ സക്സസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സിനിമയ്ക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാർ, കോളേജ് പല ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഇന്നൊരു സ്റ്റാർട്ടപ്പ് കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വരിക. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ലൈഫിൽ ഫേസ് ചെയ്ത ഈ ഒരു 2 ബിസിനസ്സിലും ഫേസ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാലഞ്ചസ് അല്ലെങ്കിൽ റിജക്ഷൻസ് എന്തായിരിക്കും?
അത് ഇഷ്ടം പോലെ ഉണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പോഡ്കാസ്റ്റ് തീരില്ല. അത്ര ചലഞ്ചസ് ഇഷ്ടം പോലെയാണ്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് സക്സസ് മാത്രമല്ല, അല്ലെങ്കിൽ ഇപ്പം 3 സിനിമ വിജയിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മൾ പുറത്തേക്ക് കാണത്തുള്ളൂ. പക്ഷെ അതിന് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ ചലഞ്ചസോ ആദ്യത്തെ സിനിമ പുറത്തിറക്കാനുണ്ടായ ബുദ്ധിമുട്ടുകളോ അതൊക്കെ സത്യം പറഞ്ഞാൽ തീരില്ല. അതൊക്കെയാണ് പക്ഷെ ലേണിങ്സ്. നമ്മളിപ്പോൾ ഒരു പുതിയ പ്രൊഡ്യൂസർ എന്നാണ് വരുമ്പോൾ അതിൻ്റെതായ കുറേ റിജക്ഷൻസും ഒത്തിരി ലേണിങ്. നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ സിനിമയെ വേറെ ഇതായിട്ട് കാണുക. അതായത് സിനിമയിൽ നമ്മൾ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഒരിക്കലും വിജയിപ്പിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇമോഷണൽ ഡിസിഷൻസ് ഒരിക്കലും അതിലെ ചലഞ്ചസ് ആയിട്ട് തന്നെ ഫേസ് ചെയ്യണം. അപ്പം അത് നമുക്ക് ലേണിംഗ് ആയിട്ട് എടുക്കണം. എങ്കിൽ നമുക്ക് എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അടുത്ത സിനിമകൾ പൈപ്പ് ലൈനിലുണ്ട്. ഉണ്ട്. അടുത്ത കാലത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, നിങ്ങൾ ഈയിടെ ആയിട്ട് ഒരു സാധാരണ മലയാളിക്ക് അധികം സുപരിചിതമല്ലാത്ത എന്ന ജീവിതത്തിലൊരു മനുഷ്യന് നിർബന്ധമായും വേണ്ടതാണെന്ന് ഞാനൊക്കെ എപ്പോഴും പറയുന്ന സാധനം മെൻറ്റർ. സക്സസ് ആവാൻ എന്താണ് രഹസ്യം എന്ന് ചോദിച്ചാൽ, ഞാൻ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സെൻറ്റൻസ് ഉണ്ട്. അതായത് സക്സസ് ആവാൻ എന്താണ് രഹസ്യം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അതിനൊരൊറ്റ രഹസ്യമുള്ളൂ, നല്ലൊരു മെൻറ്ററെ കണ്ടുപിടിക്കുക, ആൾക്ക് സറണ്ടർ ആവുക എന്ന് പറയും. പക്ഷെ നിങ്ങളെ കോളേജിൻ്റെ മെൻറ്ററിന് പേരിടുന്നു, വേറൊരു കോൺസെപ്റ്റ്. എന്തായാലും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊരു ഔട്ട്സൈഡർ നിൽക്കുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെയാണ് സാധനം. എന്തുകൊണ്ടാണ് മെൻറ്റർ എന്നുള്ള പേര് എങ്ങനെ ഒരു സാധാരണ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയ എന്ന സിറ്റുവേഷൻ മാറിയിട്ട് ഇങ്ങനൊരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ വന്നത് എങ്ങനെയാണ്? അതായത് മെൻറ്റർ നമുക്കറിയാലോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെൻറ്റേഴ്സാണ് ഇനി ലൈഫിൽ നമുക്ക് ഒരാളെ സക്സസ്ഫുൾ ആക്കി എടുക്കാം. നിർബന്ധമായി നമുക്കൊരു മെൻറ്റർ ആണ്. അപ്പോൾ ഈവൻ 1983 സിനിമയിൽ പോലും അതിൻ്റെ ഒരു എലമെന്റ് കാണിക്കുന്നുണ്ട്, ഒരു കോച്ച് അല്ലെങ്കിൽ മെൻറ്റർ എന്നുള്ള കാര്യം. ഖുർആനിലൊരു വചനമുണ്ട്, നിന്നെ റബ്ബ് രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെൻറ്ററെ പരിചയപ്പെടുന്ന. നല്ല കാര്യം. അതപ്പോൾ അതേപോലെ തന്നെയാണ് ആക്ച്വലി ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ ഒരു മെൻറ്ററെ നമുക്ക് കിട്ടുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ തോറ്റ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് നല്ല അഡ്വൈസ് കിട്ടും. അപ്പോൾ എപ്പോഴും മെൻറ്ററും നല്ലതായിരിക്കണം. വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. അപ്പോൾ മെൻറ്ററും നല്ലതായിരിക്കണം എന്നുള്ള ഒരു ഫാക്ടർ കിട്ടുന്ന മെൻറ്ററെ പോലെ ഇരിക്കും. ഇവിടെയും അത് തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിൻ്റെ വിജയം, അല്ലെങ്കിൽ അവരെ പഠിക്കുന്നവർ വിജയിക്കുക, അല്ലെങ്കിൽ അവരുടെ പാരൻസ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവരെ നമുക്ക് വളർത്താൻ പറ്റുക, ഇതിലൊക്കെയാണല്ലോ സക്സസ്. അപ്പോൾ ഇന്നത്തെ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് ഒരുപാടാണ്. പണ്ട് ഗുരു എന്ന് പറയുന്ന സ്ഥാനത്ത് ടീച്ചേഴ്സ് ആയിരുന്നപ്പോൾ അവരുടെ നോളേജ് അവർ വായിച്ചിട്ടും അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടും പ്രിപ്പയർ ചെയ്തിട്ടും നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടും ഉള്ള അവരുടെ നോളേജാണ് അവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരുന്നത്. ഇപ്പോൾ അതിന് പകരം ഇപ്പോൾ ഇൻഫർമേഷൻസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരു ടീച്ചറിൽ നിന്ന് കിട്ടേണ്ട കാര്യമില്ല, ഗൂഗിളിൽ അടിച്ചാലോ ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി ഷോർട്ടായിട്ട് ഇപ്പോൾ ChatGPTയിലോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാ ഇൻഫർമേഷൻസ് കിട്ടും. പക്ഷേ ഈ ഇൻഫർമേഷൻ എങ്ങനെയാണ് റെലവൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് എടുക്കേണ്ടത്, ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും ഒരു മെൻറ്ററായിരിക്കും. അയാളുടെ എക്സ്പീരിയൻസ് ഇതെന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു മെൻറ്ററിനാണ് കൂടുതൽ കഴിയുക. അതാണ് മെൻറ്റർ എന്ന് പറയുന്നതിൻ്റെ റെലവൻസ്. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പം US വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടപ്സിൻ്റെ ഭാഗമായിട്ടും ഒക്കെ. അപ്പം സിലിക്കൺ വാലി വിസിറ്റ് ചെയ്തപ്പോൾ സിലിക്കൺ വാലിയിൽ ഞാൻ കണ്ടു, നമ്മളിപ്പോൾ ഇൻഫോ പാർക്കും ടെക്നോ പാർക്ക് പോലെ അവിടെ കുറേ ബിൽഡിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും സിലിക്കൺ വാലി എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ്. അവിടെ ഒരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ ചുറ്റും കിടക്കുന്ന കുറേ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോകുമ്പോഴാണ് ഇപ്പോൾ ആപ്പിളിൻ്റെ ക്യാമ്പസ്, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ക്യാമ്പസ്, അല്ലെങ്കിൽ മെറ്റയുടെ ക്യാമ്പസും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു എക്കോസിസ്റ്റമാണ്. അപ്പോൾ അത് ശരിക്കും ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സറൗണ്ടിങ്ങിലാണുള്ളത്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഭയങ്കര വലുതാണ്. അപ്പോൾ ആ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സാണ് അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ പ്രൊജക്റ്റുകൾ ബിസിനസ്സാക്കി കൺവേർട്ട് ചെയ്തിട്ട് ഒരുപാട് ബിസിനസ്സുകൾ സിലിക്കൺ വാലിയിൽ ഉണ്ടായിട്ടുള്ളത്. ഈവൻ ഗൂഗിൾ പോലും അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റുഡൻസിൻ്റെ പ്രൊജക്റ്റാണ് അതൊരു ബിസിനസ്സായത്. അപ്പോൾ അവിടുത്തെ പ്രൊഫസേഴ്സിനും അതിലൊരു സ്റ്റേക്ക് കിട്ടും, അതേപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിക്കും അതിലൊരു സ്റ്റേക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഇപ്പം നമ്മൾ നോർമലി കോളേജുകളിൽ ഇവിടെ എന്താണ് പ്രൊജക്ട്സ് ചിലപ്പോൾ അത്രയും കാര്യമായിട്ട് ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ മെൻറ്റർ റെലവൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പസിലുള്ള മെൻറ്റേഴ്സ് സ്റ്റുഡൻസിനെ മെൻറ്റർ ചെയ്യാൻ പറ്റണം.
അപ്പോൾ സ്റ്റുഡൻസ് മെൻറ്റീസ് ആവും. അപ്പോൾ അവരെ അവരുടെ പ്രൊജക്ട്സോ ഇതിപ്പോൾ ലേൺ ചെയ്യുന്നത് ഞാൻ ഇന്ന സാധനം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇന്ന പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും അല്ലെ. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്കോസിസ്റ്റം എന്താണോ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ എക്കോസിസ്റ്റം, അതേപോലെ ഒരു എക്കോസിസ്റ്റം മെൻഡറിൽ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് ഒരു റെലവൻ്റ് ആയിട്ട് ചിന്തിച്ചപ്പോൾ കിട്ടിയ ഒരു നെയിമാണ് മെൻഡർ. ആ മെൻഡർ എന്നുള്ള പേരിലേക്ക്. എങ്ങനെയാണ് നമുക്കിപ്പോൾ സാധാരണ ഇവിടുത്തെ കോളേജുകളെയും മെൻഡറിനെയും നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? മെൻഡർ ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ ഡ്രീമാണ്. അതായത് ഇപ്പോൾ കോളേജ് എന്താണോ സിനിമയിൽ നമ്മൾ ക്വാളിറ്റിയിൽ കോൺഷ്യസ് ആയിട്ട് ചെയ്ത് അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്, അതേപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡ്രീം. അതിലേറ്റവും കൂടുതൽ നോക്കുന്നത് ഇപ്പോൾ രണ്ട് എലമെൻ്റ് ആണല്ലോ. അത് ഇൻഡസ്ട്രീസിന് വേണ്ടത് വളരെ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനാണ്. ഇപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടുന്നത് ഹൈ പേയിങ് ജോബാണ്. എപ്പോഴും നമുക്കുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അറിയില്ല എന്താണ് കമ്പനികൾ നോക്കുന്നതെന്ന്. കമ്പനികൾക്കാണെന്നുണ്ടെങ്കിലോ ഈ സ്റ്റുഡൻസായിട്ട് നേരിട്ട് ഗ്യാപ്പ് ഒരിക്കലും ഫില്ലാവുന്നില്ല. ആക്ച്വലി മെൻഡർ ട്രൈ ചെയ്യുന്നത് ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനാണ്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ്. അപ്പം നമുക്ക് ഒരുപാട് ഇപ്പോൾ ഈവൻ ഫിലിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടും സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ടെക് കമ്പനി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് CEOസിനും അല്ലെങ്കിൽ CTOസിനെയൊക്കെ നമുക്കറിയാം. അപ്പോൾ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ എപ്പോഴും അവർ പറയാറുണ്ട്, അവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ വേണം ഇങ്ങനെ. അപ്പം ഞാൻ കരുതുന്നത് എങ്ങനെ അങ്ങനെയുള്ളവരെ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ബിൽഡ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ കോളേജിൽ നിന്ന് എപ്പോഴും കോളേജ് പഠിച്ചു കഴിഞ്ഞ് പിന്നെയാണ് ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നു, അഡീഷണൽ സ്കില്ലിങ് നോക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ഇയർ മുതൽ എന്താണോ ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് ഫസ്റ്റ് ഇയർ മുതലേ ട്രെയിൻ ചെയ്ത് ഏകദേശം നമ്മുടെ കോളേജിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു 4 ഇയർ എക്സ്പീരിയൻസ് ഉള്ള പോലെ അവർ ഇറങ്ങുന്നത്. നമ്മളൊരു AI ഫോക്കസ്ഡ് ക്യാമ്പസ് പോലെയാണ് നമ്മളത് ബിൽഡ് ചെയ്യുന്നത്. കാരണം ഇപ്പം അറിയാലോ, പണ്ട് കാൽക്കുലേറ്റർ ആയിരുന്നു. കാൽക്കുലേറ്റർ വന്നു, ആൾക്കാർ നോർമലി മാനുവലി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു, കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ കമ്പ്യൂട്ടർ വന്നു. അപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ നോർമൽ ഉണ്ടായിരുന്ന ജോബുകൾ കുറേ മാറി, എല്ലാം കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള ജോബുകളായി മാറി. ഇനി AI യുഗമാണ്. നമ്മളുടെ എല്ലാ വർക്കുകളെയും AI വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ AI എല്ലാ സ്ഥലത്തും വരും, എല്ലാ മേഖലയിലും. എന്താണോ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പോലെ എല്ലായിടത്തും AI വരും. അപ്പം AI സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോളേജാണ്. അപ്പോൾ സ്റ്റുഡൻസിനെ AIയിൽ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പാർട്ട് ഓഫ് കരിക്കുലമായിട്ട് അഡീഷണൽ ആയിട്ട് അതിന് സ്കില്ല് ചെയ്യുക. ഓക്കെ, AI കമ്പനികളിൽ അവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളതിലും ഒരു വലിയ ഗ്യാപ്പാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളെപ്പോഴും സ്ഥിരമായി കേൾക്കുന്ന ക്ലീശ പോലെ കേൾക്കുന്ന ഒരു സാധനമാണ്. കുറേ വലിയ ടെക് കമ്പനികളൊക്കെ കേരളത്തിൽ വന്നു. കുറേ ഇവിടുത്തെ വളരെ സോ കോൾഡ് കോളേജസിലും മറ്റൊക്കെ ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തി. 400 പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് 4 പേരെ പോലും സെലക്ട് ചെയ്യാതെ പോയി. ഇൻഫോ പാർക്കിലൊരു ഫേമസ് കമ്പനി ബിടെക്കാരും BE-ക്കാരും ഇനി ജോലിക്ക് അപ്ലൈ ചെയ്യണ്ട, ജസ്റ്റ് ഡിഗ്രിക്കാർ അപ്ലൈ ചെയ്ത മതി നോട്ടീസ് ബോർഡിൽ ഇട്ടു എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യമാണ്. ഇവർക്ക് എന്നാൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും നല്ല കോമൺ സെൻസ് ഉള്ള ആൾക്കാർ, ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർ മലയാളിയാണ്. എന്നാൽ നമ്മളെ ആൾക്കാർ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഇവർ ഇതാവാണ്. അത് ഇപ്പം പ്രാക്ടിക്കലി ഇപ്പോൾ നമ്മളൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മളാൾക്കാർ നമുക്കറിയാം, നമ്മൾ ഇൻ്റർവ്യൂവർ സൈഡിലിരിക്കുന്ന സമയത്ത് ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ഹാളിലേക്ക് കയറാനുള്ള ഒരു എൻട്രി ടിക്കറ്റ് മാത്രമാണ്. അപ്പോൾ നമ്മൾ MBA-ക്കാരെ കോൾ ചെയ്തിരിക്കണമെങ്കിൽ എല്ലാവരും MBA-ക്കാരാണ്, BTech-കാരെ കോൾ ചെയ്തിരിക്കണമെങ്കിൽ എല്ലാവരും BTech-കാർ. അപ്പോൾ അതിനപ്പുറത്തുള്ള കുറേ സാധനമാണ് ഇയാളെ സെലക്ട് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കണേ. അപ്പോൾ എനിക്ക് നിങ്ങൾ മനസ്സിലായത് ഈ ഒരു ഗ്യാപ്പാണ് ശരിക്കും ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഇപ്പോൾ 10 വർഷം എൻജിനീയറിങ് കോളേജുകളൊക്കെ നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള CEOസോ അല്ലെങ്കിൽ CTOസോ വലിയ കമ്പനികളുടെ CEOസും CTOസൊക്കെ അവർക്ക് നമ്മുടെ കോളേജിൽ വന്ന് പ്ലേസ്മെൻറ്റ് നടത്താമെന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് പ്ലേസ്മെൻറ്റ് നടത്തുമ്പോൾ അവർക്ക് അതേപോലുള്ള സ്റ്റുഡൻസിനെ ഡെലിവറി ചെയ്യാൻ പറ്റിയാലല്ലേ അവരും നടത്തി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ മെൻഡറിൽ എനിക്ക് ഫസ്റ്റ് ഇയർ ഒരു സ്റ്റുഡൻറ്റ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ തന്നെ ആ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്താൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് അവരെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ക്വാളിറ്റി സ്റ്റുഡൻസ് ആണെന്ന് അവർക്ക് മനസ്സിലാവും. അതിനെ എക്യുപ്പിഡ് ആക്കും. അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടൊരു കാര്യം ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസിനെയാണ് ഫസ്റ്റ് എടുക്കുന്നുള്ളൂ. ഓക്കെ, എന്നിട്ടാണ് അവരെ നമ്മൾ വീണ്ടും ട്രെയിൻ ചെയ്യുന്നത്.
കാരണം നമുക്ക് റോ മെറ്റീരിയൽ നല്ലതാണെങ്കിൽ മാത്രമേ എന്നും സിനിമയിൽ ക്വാളിറ്റി സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞ പോലെ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത ഒരു റോ മെറ്റീരിയൽ ഒരിക്കലും ക്വാളിറ്റി പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ അത് തന്നെ ഉള്ളൂ. നമ്മൾ ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസിനെയാണ് ആദ്യം സ്റ്റുഡൻസ് ആയിട്ട് എടുക്കുന്നത്. ആ സ്റ്റുഡൻസിനെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ട് അവരെ സ്കിൽഡ് ആക്കുന്നു. അപ്പോൾ അവരുടെ ജോബ് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അവരുടെ ജോബ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. ഏകദേശം 18 മാസത്തോളമാണ് ഒരു കമ്പനി ഒരു കാൻഡിഡേറ്റിൻ്റെ മുകളിൽ ട്രെയിൻ ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത് അവരവരുടെ മോഡലിലേക്ക് ആക്കിയെടുക്കാനും ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സിനെ നമുക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന് 4 years കിട്ടുന്നുണ്ട്. 4th ഇയറിൽ നമ്മൾ അവരെ വർക്ക് ചെയ്യാൻ വിടണം എന്നുള്ളതാണ് നമ്മളാഗ്രഹം. ഇപ്പോൾ 3 year ഫുൾ ടൈം നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നു. ഫസ്റ്റ് ഇയറിൽ നമ്മൾ അവരെ സ്കിൽഡ് ആക്കുന്നു. നമുക്ക് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള, അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ എന്താണോ അവരെ ട്രെയിൻ ചെയ്യുന്നത് അതേ കരിക്കുലം എടുത്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്നത്. ആ ഫസ്റ്റ് ഇയറിൽ നമ്മൾ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തതിന് ശേഷം അവരെ നമ്മൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് പോകുന്നതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ അവരെ ഒരു 1.5 months അവരെ ഇൻഡസ്ട്രിയിൽ തന്നെ ഇൻറ്റേൺഷിപ്പിന് വിടും. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള MNC കമ്പനികളിലാണ് അവരെ ഇൻറ്റേൺഷിപ്പിന് വിടുന്നത്. ആ ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ അവർക്കൊരു ഇൻഡസ്ട്രിയുടെ എക്സ്പോഷറാണ് കിട്ടുന്നത്. ആക്ച്വൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അവിടെ നിന്ന് അവർക്ക് മെൻറ്റേഴ്സിനെ കിട്ടാം. അല്ലെങ്കിൽ ആ കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറയുന്ന അവർക്ക് ഭീകരമാണ്. ആ എക്സ്പോഷറാണ് ശരിക്കും അവരെ അടുത്ത 2 years അവരെ ബിൽഡ് ചെയ്യുന്നത്. കിട്ടുന്ന ഒരു മോട്ടിവേഷനും ഇൻസ്പിറേഷനും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ബാക്കിയുള്ള സ്റ്റുഡൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു ഭയങ്കര കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിരിക്കും ഇവർക്ക് ഇവിടെ കിട്ടാൻ പറ്റുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 റിസൾട്ട് വന്ന് സ്റ്റുഡൻസ് എല്ലാം അങ്ങനെ, ഇപ്പോൾ എനിക്കൊക്കെ ഇഷ്ടം പോലെ മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിൽ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ഏത് കോളേജിൽ പോകണം എന്ന് വെച്ചിട്ട് സ്ഥിരം വരുന്ന സാധനമാണ്. ഇപ്പോൾ മെൻറ്ററിലേക്ക് വരേണ്ടത് എങ്ങനത്തെ സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ എന്ത് സ്വപ്നം കാണുന്ന ആൾക്കാരാണ്? മെൻറ്റർ ആർക്ക് വേണ്ടി ഡോറ് തുറന്നു വെച്ചിരിക്കണം? ശരിക്കും മെൻറ്ററിൽ ആക്ച്വലി നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യുക എന്നാഗ്രഹിക്കുന്ന ആർക്കും വരാം. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് സ്റ്റാർട്ടപ്സ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് സിലിക്കൺ വാലിയിലാണ് നിൽക്കുന്നത്. അതെ, 100% അങ്ങനെ ബിൽഡ് ചെയ്യാൻ ഇന്നോവേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, കുറച്ച് റിസർച്ച് മെൻറ്റാലിറ്റി ഉള്ള അങ്ങനെയുള്ള സ്റ്റുഡൻസിനെയാണ് ഞങ്ങൾ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. കാരണം അവർക്കാണ് ഞങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കാനുള്ളത്. ഇപ്പോൾ ആരെങ്കിലും വെറുതെ ഒരു നോർമൽ ജോബ് മതി, എനിക്കിത് കഴിഞ്ഞിട്ട് ഒരു ഏതെങ്കിലും ഒരു കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ അത്ര എക്സൈറ്റഡ് അല്ല. ഇപ്പോൾ നമുക്ക് ഇവരെ കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ കമ്പനി, ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ മെൻറ്റർ സ്റ്റാർട്ടപ്പ് ലീഗ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ക്യാമ്പസിനുള്ളിൽ തന്നെ 1 lakh ക്യാഷ് പ്രൈസ് നമ്മൾ ഓഫർ ചെയ്തിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്തി. അതായത് ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ 1 lakh പുറത്തത്തെ സ്റ്റുഡൻസിനെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് 1 lakh നടത്തിയാലും ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷേ ഞാൻ എന്തിനും ഉള്ളിൽ നടത്തുന്നത്, ഉള്ളിൽ സ്റ്റുഡൻസിനെ ഒരു എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ഞങ്ങൾ 8 ടീമായിട്ട് തിരിച്ചിട്ട് 8 ടീമിൻ്റെ അടുത്ത് ഞാൻ കൊടുത്ത ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്തു. അതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് റവന്യൂ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ വേറൊരാൾ പേയ്മെന്റ് ചെയ്യാന്ന് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, റവന്യൂ മോഡൽ വേണം. അതെ, ഇപ്പൊ സിനിമ ഉണ്ടാക്കുന്നതിലല്ല കാര്യം. വീട്ടിലിരിക്കുന്ന ഒരാളെ തിയേറ്റർ വരെ ഡ്രൈവ് ചെയ്ത് ആ തിയേറ്ററിൽ വന്ന് എമൗണ്ട് അടച്ച് ആ സിനിമ കാണുക എന്ന് പറയുന്നതിൽ ഒരു ചലഞ്ച് ഉണ്ട്. അതേപോലെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതിലല്ല, ആ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങിക്കണമല്ലോ, ഒരാൾ പേ ചെയ്യണം. അപ്പം റവന്യൂ കിട്ടുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകൾ ബിൽഡ് ചെയ്യുക, സ്റ്റാർട്ടപ്പുകൾ. ഇപ്പം 8 കമ്പനികൾ നമ്മുടെ ക്യാമ്പസിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സ്റ്റുഡൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ 8 കമ്പനികൾ. അപ്പോൾ അതിലൂടെ അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ എന്താണ്? അവരുടെ തിങ്കിങ് പ്രോസസ്സ്, എങ്ങനെ ഇതിനൊരാൾ പൈസ തരുമോ, റവന്യൂ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഇതെങ്ങനെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റും, ഇതിൻ്റെ UA ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, ഇതിലെ ബാക്ക് എൻഡ് എങ്ങനെ സീംലെസ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവരിൽ തോട്ട്സ് ഉണ്ടാക്കുകയാണ്. ഇതിന് അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ ഭയങ്കര അധികമാണ്. മനസ്സിലായില്ല? ഇപ്പോൾ എൻ്റെ 1 lakh ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു എമൗണ്ടാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച്. പക്ഷേ ഞാൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ 100 times ആണ് സ്റ്റുഡൻസിൻ്റെ എമൗണ്ട്. ക്യാമ്പസ് തന്നെ ഒരു 8 കോർണറായിട്ട് മാറി. ഇപ്പം നോർമലി ഒരാൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യുക ഒരു 10-60 വർഷം, ഒരു 60 year ഓൾഡൊക്കെ ആകുമ്പോഴായിരിക്കും ഒരു ഗിവിങ് ബാക്ക് ടു സൊസൈറ്റി ആയിട്ട് ഒരു ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുക. ഞാനതുകൊണ്ട് ഇതൊരു മെല്ലെ ഒരു നല്ല ഒരു സ്ലോ ആൻഡ് വിൻ ദ റേസ് എന്ന് പറയുന്ന പോലെ ഒരു മെല്ലെ വളർത്തി ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളെ പഴയ കോളേജിൽ പഠിച്ചൊരു പയ്യൻ
എൻ്റെ കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നത്. അപ്പോൾ അവനവിടെ പഠിച്ചതാണ്, അവിടെ ടീച്ചറായിട്ട് എന്തോ വർക്ക് ചെയ്താണ്. ഇങ്ങനെ സംസാരിച്ച സമയത്ത് ഇങ്ങനെ പഠിച്ചത് ആ കോളേജിലാണെന്നൊക്കെ പറഞ്ഞു. സംസാരിച്ച സമയത്ത് ഇവനിപ്പോൾ കാക്കനാട് ബേസ് ചെയ്തിട്ടൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തു. വയബിളാണ്, പ്രോഫിറ്റബിളായി, നന്നായി പോകുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ച സമയത്ത് ആ പയ്യൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് എൻ്റെ അടുത്ത്. അതായത് ഞാൻ ആ കോളേജ് പഠിച്ചതുകൊണ്ട് ഓൺട്രപ്രണർ ആയത്. പുള്ളി ശരിക്കും അങ്ങനെയല്ല പറഞ്ഞത്. പുള്ളി പറഞ്ഞത് ഞാൻ ഷംസുദ്ദീൻ്റെ കോളേജ് പഠിച്ചുകൊണ്ടാണ്. കാരണം പുള്ളിയുടെ അതായത് നിങ്ങൾ പോലും അറിയാതെ എങ്ങനെയോ നിങ്ങൾ അണ്ടറിൽ വർക്ക് ചെയ്ത സമയത്ത് അവരൊരു ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്തു എന്നാണ്. അപ്പോൾ നിങ്ങൾ പണ്ടേ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മെൻറ്റർ എന്നുള്ള പേരിൽ അത് കുറച്ചുകൂടി വൃത്തിക്ക് സിസ്റ്റമാറ്റിക്കായി ചെയ്യാന്നുള്ളതാണ് ഒരു ഗോള്. നമ്മളവിടെ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണേഴ്സ് ആവണം എന്നുള്ളതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എല്ലാ ബിസിനസ്സുകാർക്കും എന്താണ് ആവശ്യം? എല്ലാ കമ്പനികൾക്കും ആവശ്യം ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള എംപ്ലോയീസിനാണല്ലോ. ഇൻട്രപ്രണേഴ്സിന് വേറെ രീതിയിൽ നമ്മൾ വിളിക്കും. അപ്പോൾ ഇവർ ഈ സ്റ്റാർട്ടപ്സ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ബിൽഡ് ചെയ്യുമ്പോൾ അവരിൽ ആ എക്സ്പോഷർ ഉണ്ടാവും. ഇവർക്ക് കിട്ടുന്ന ആ എക്സ്പോഷർ വെച്ച് ഒരു കമ്പനിയിൽ ചെന്നിരിക്കുമ്പോൾ അവന് തിങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കോഡ് ഇത് ചെയ്യുകയാണെങ്കിലും ഒരു ബിസിനസ് മൈൻഡ് സെറ്റിൽ ആ കോഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ എൻഡ് യൂസറെ കണ്ടിട്ട് അത് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവന് കിട്ടുന്ന എക്സ്പോഷർ ഭയങ്കര കൂടുതലാണ്. അവിടെ വേറെ അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഓൺട്രപ്രണേഴ്സിൻ്റെ ഒക്കെ സംസാരിക്കുമ്പോൾ ഈ ഓൺട്രപ്രണർ എടുക്കുന്ന പെയിന് പലപ്പോഴും നമ്മൾ എംപ്ലോയീസ് അറിയാറില്ല. നമുക്ക് ഒരുപാട് ഓൺട്രപ്രണേഴ്സിനെ അറിയാം. അതായത് തൻ്റെ കുട്ടിയുടെ സ്കൂൾ ഫീസ് അടക്കാതെ സ്റ്റാഫിന് സാലറി കൊടുക്കുന്ന ഓൺട്രപ്രണേഴ്സൊക്കെ ഉണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നത്. ഈ ഓൺട്രപ്രണേഴ്സ് ഓൺട്രപ്രണേഴ്സ് എടുക്കുന്ന പെയിന് ടീമിലുള്ള ആളുകൾ പൊതുവെ അറിയാറില്ല. അത് ഓൺട്രപ്രണറുടെ ഫെയിലിയറാണ്, അത് അറിയിക്കാൻ പറ്റാത്തത്, അത് വേറെ വിഷയം. പക്ഷേ നിങ്ങളൊരു ഓൺട്രപ്രണർഷിപ്പ് കൾച്ചറും അതിൻ്റെ പെയിനും വളർത്തിയ ഒരു കുട്ടി ഒരു കരിയറിൽ ഒരു കമ്പനിയുടെ ഭാഗമാകുമ്പോൾ അവർ ആ ഓൺട്രപ്രണർ എടുക്കുന്ന റിസ്ക്കും പെയിനും അറിയുമ്പോൾ അത് കൂടുതൽ അഡ്വാൻറ്റേജ് അറിയാം. അങ്ങനെ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജും കൂടി അതിനുണ്ട്. ആ സ്റ്റാർട്ടപ്പ് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളതല്ല, അതിൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതൊരു റെസ്യൂമിൽ വന്നാൽ തന്നെ 100% റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് നല്ല ഹൈ പേയിങ് ജോബ് കിട്ടാനും അല്ലെങ്കിൽ അവർക്ക് നല്ല പ്ലേസ്മെൻറ്റ് കിട്ടാനൊക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മോർ ദാൻ ദാറ്റ് ഒരു ഇൻഡിവിജ്വലി എക്സ്പോഷർ ഭയങ്കര കൂടുതലായിരിക്കും അതുകൊണ്ട് കിട്ടും. ഫാമിലി കുടുംബമൊക്കെ ഫാമിലി വൈഫ് അൽക്ക, പിന്നെ അൽക്ക ആണിപ്പോൾ കോളേജ് കൂടുതലായിട്ട് നോക്കുന്നത്, ഫുൾ ടൈം ഇൻവോൾവ് ആണ്. പിന്നെ 2 പിള്ളേർ, അഷർ ഐറ, സ്കൂളിൽ പഠിക്കുന്നു. ഉപ്പയുമൊക്കെ ഉപ്പയും എല്ലാം വീട്ടിൽ തന്നെ, എല്ലാവരും ഒരുമിച്ച് തന്നെ. നമ്മളിപ്പോൾ ഒരു 2 ഇൻഡസ്ട്രിയിലാണല്ലോ മെയിൻലി കൈവച്ചിട്ടുള്ളത്. എനിക്കൊന്ന് രണ്ടും കൂടി ഈക്വലി പാഷനേറ്റാണ്. അത് സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ മെൻറ്ററിൻ്റെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ ശരിക്കും എന്താ കാണുന്നത്? അതായത് കേരളത്തിൽ മെൻറ്റർ അടുത്തൊരു 5 years കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നൊരു മാറ്റം, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം, മെൻറ്ററിൽ നിങ്ങളൊരു അൾട്ടിമേറ്റ് ഡ്രീം എന്താ ശരിക്കും? മെൻറ്ററിൻ്റെ അൾട്ടിമേറ്റ് ഡ്രീം, മെൻറ്ററിനെ ഇപ്പം നേരത്തെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പോലെ ഒരു മെൻറ്റർ യൂണിവേഴ്സിറ്റി ആയിട്ട് അതിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്ന് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുത്തിട്ട് സ്റ്റാർട്ടപ്പ്സ് അവിടെ നിന്ന് ബിൽഡ് ചെയ്ത് പോകണം. അവിടുത്തെ സ്റ്റുഡൻസ് അവിടെ നിന്ന് തന്നെ പഠിച്ചിറങ്ങുന്നവർക്ക് ജോബ് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു ഹൈ പേയിങ് ജോബ് കൊടുക്കാവുന്ന. ഇപ്പം നമ്മളുടെ ഇവിടെ ഇപ്പം എല്ലാവരും പ്ലേസ്ഡ് ആവുന്നതൊക്കെ ചെറിയ സാലറിയിലാണ് പലരും BPO അങ്ങനെ അല്ലാതെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഭയങ്കര ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റുള്ള സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് പിള്ളേർ അങ്ങനെയുള്ള ആൾക്കാരെ ബിൽഡ് ചെയ്യുന്ന വളരെ യൂണിക്കായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്ത് വരിക എന്നുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി. അതെ, വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ ആണ് അത് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോഴുള്ള 3 years ആയിട്ട് നല്ല റിസൾട്ടാണ് അതിലുണ്ടാവുന്നത്. നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്ന ആ ലെവലിൽ അതിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റ് ഇൻഡസ്ട്രി സിനിമയിലുള്ള അടുത്തൊരു ഫിലിംസ് നമ്മൾ ഇപ്പം എൻ്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെയൊക്കെ എമൗണ്ട് പോയവരുണ്ട്. പിന്നെ സിനിമയിൽ ഇപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഇപ്പം എൻ്റെ കൂടെ സിനിമ ചെയ്യാൻ അസോസിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അവരെയും കൂടിയൊക്കെ അസോസിയേറ്റ് ചെയ്ത് കുറച്ച് കൂടുതൽ ഫിലിംസ് ചെയ്യണം എന്നുള്ളതാണ്. ഇതേപോലെ ക്വാളിറ്റിയുള്ള സിനിമകൾ നോക്കി ചെയ്യുക എന്ന് വെച്ചാലും കൂടുതൽ സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ എടുത്ത പോലെയൊക്കെ വളരെയധികം ഗ്യാപ്പ് ഇട്ട് വളരെ സെലക്ട് ചെയ്തിട്ട് ഒക്കെ ഫിലിംസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് സിനിമ ചെയ്യുള്ളൂ, ഒരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ല. പക്ഷേ കൂടുതൽ ഫിലിംസ് ചെയ്യുക. ഇപ്പോൾ ഇതുവരെ ഞാൻ മാത്രമാണ് ഇപ്പോൾ കാണാനും അല്ലെങ്കിൽ അതിന് എടുത്തിട്ടൊക്കെ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റും എൻ്റെ തന്നെയാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടി
ഇൻവെസ്റ്റേഴ്സിനെ വെച്ച് ഫ്രണ്ട്സിനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഫിലിംസ് ചെയ്തു. രണ്ട് മേഖലയിലും ഒരു വലിയ വലിയ സക്സസ് ഉണ്ടാവട്ടെ. കാരണം ചെയ്ത സിനിമകൾ 3 സിനിമ സക്സസ് ആവുക പറഞ്ഞാൽ ചെയ്ത സിനിമകളെല്ലാം ഹിറ്റാണ്. കോളേജ് സ്ട്രഗിൾ എന്തായാലും ഉണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ സക്സസ്. കാരണം ഞാൻ എന്തുകൊണ്ട് ഇത് പറയാമെന്ന് വെച്ചാൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ ബിസിനസ്സിൽ വന്നിട്ട് പല ചാലഞ്ചസിലും വരുന്ന സമയത്ത് ഗീവ് അപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന പല സ്റ്റോറീസും കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ റിയാലിറ്റിയിലൂടെ സക്സസ് സ്റ്റോറികൾ ഉണ്ട് എന്ന് ആളുകൾ അറിയണം. അത് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് റോൾ മോഡലാവട്ടെ. പിന്നെ പ്രത്യേകിച്ച് മെൻറ്ററിലൂടെ ഒരു സ്റ്റാൻഫോർഡ് മോഡലൊക്കെ കേരളത്തിൽ ഉണ്ടാവട്ടെ. ആ മെൻറ്റർ എന്നുള്ള പേര് അന്വർത്ഥമാക്കട്ടെ. ഇനിയുള്ള എല്ലാ വെഞ്ചേഴ്സിനും ഒരുപാട് ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.